Good evening, everyone. Welcome to Stride Forward, Dialogues for Inclusive Innovation, organized by the IEEE Education Society Kerala chapter and KDISC in collaboration with the Department of Psychology, Providence Women's College Autonomous. Today's session is on Pain Science Meet Innovation, designing tech-enabled solutions for chronic pain management. We are honored to have with us Dr. Nandagopan R., Director, Department of Physiotherapy and Rehabilitation, SP Medifort Hospital. So thank you for joining us today. I now invite you to begin the session. Over to you, sir. Good evening. I hope I am audible. Yes, sir. Yeah, fantastic. Okay, see, we have around 60 odd participants. All right. Okay, let's get this started then. All right. So, as far as webinars go, it's quite interesting that ഇതൊരു എന്താ പറയുക റേഡിയോ എഫക്റ്റ് ആണ്. ഒരാൾ പറഞ്ഞുകൊണ്ടിരിക്കും ബാക്കിയുള്ളവരെല്ലാവരും കേട്ടോണ്ടിരിക്കുക എന്ന് പറയുന്നത് അത്ര സുഖമുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടില്ല. So feel free to interrupt me if you have questions because I prefer it that way. Okay. So pain science meets innovation. So what are we going to talk about here? First of all, I'll just introduce myself. ഞാൻ ഡോക്ടർ നന്ദഗോപൻ. ഞാൻ ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് ആണ്. ഞാൻ എൻ്റെ ഗ്രാജുവേഷൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നാണ് ചെയ്തത്. പോസ്റ്റ് ഗ്രാജുവേഷൻ വാസ് ഡൺ അറ്റ് കോയമ്പത്തൂർ PSG മെഡിക്കൽ കോളേജ്. റീസെന്റ് ഞാൻ എൻ്റെ ഡോക്ടറേറ്റ് ചെയ്തിരുന്നു US മൊണ്ടാന എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ചെയ്തത്. ഞാൻ മോസ്റ്റ്ലി എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ തീസിസും എല്ലാം ചെയ്തിരുന്നത് ഹാൻഡ് റീഹാബിലിറ്റേഷൻ, ഹാൻഡ് ആൻഡ് ഷോൾഡറിലാണ് ഫോക്കസ് ചെയ്തിരുന്നത്. ബട്ട് പെയിൻ ഇസ് വൺ ഓഫ് ദ കീ ഏരിയാസ് ഐ വർക്ക് വിത്ത്. ആൻഡ് ഒബ്വിയസ്ലി ഈ പെയിൻ മാനേജ്മെന്റ് സൈക്കോളജിസ്റ്റും എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസും ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇവിടെ വന്ന് നിങ്ങൾക്ക് ഒരു 10 സ്ട്രെച്ച് പഠിപ്പിച്ചു തരിക എന്നുള്ള ഉദ്ദേശമല്ല എനിക്കുള്ളത്. കുറെ എക്സസൈസസോ, ദാറ്റ് ഈസ് നോട്ട് ദി ഐഡിയ ഹിയർ. ഞാനൊരു ഒരു ക്രൈസിസിനെ പറ്റിയാണ് ആക്ച്വലി നിങ്ങൾ ഇന്ന് അഡ്രസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ദാറ്റ് പെർട്ടിക്കുലർ ക്രൈസിസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നമുക്ക് ഫാത്തം ചെയ്യാവുന്നതിലും വലിയ ഒരു ക്രൈസിസ് ആണ് ഈ ഒരു പെർട്ടിക്കുലർ ഏരിയ. ഓക്കെ, ആൻഡ് ഈ ഒരു ക്രൈസിസ് എഫക്ട് ചെയ്യുന്നത് 1.5 ബില്യൺ ആൾക്കാരെയാണ്. ഇറ്റ് ഈസ് എഫക്ടിങ് ഓൾമോസ്റ്റ് 1.5 ബില്യൺ പീപ്പിൾ in the whole wide world, and that is actually the scope with which we are going to work today. All right, but 1.5 ബില്യൺ ആൾക്കാരെ എഫക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ റഫ്ലി നമ്മുടെ ഗ്ലോബൽ പോപ്പുലേഷൻ അറൌണ്ട് 8 ബില്യൺ ആണെന്നാണ് എൻ്റെ അറിവ്. അപ്പം 8ൽ ഒരാളെയാണ് ഈ ഒരു പെർട്ടിക്കുലർ ക്രൈസിസ് എഫക്ട് ചെയ്യുന്നത്. ആൻഡ് ഇതിന്റെ വേഴ്സ്റ്റ് പാർട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് പെർട്ടിക്കുലർ ക്രൈസിസ്, ഇതിനൊരു സൊല്യൂഷൻ ഉണ്ട്. ഈ സൊല്യൂഷൻ വർക്ക് ചെയ്യുന്നുള്ളതിനുള്ള എവിഡൻസും സയൻസും ഉണ്ട്. പക്ഷെ ഇത് പലപ്പോഴും ക്ലിനിക്സോ ഹോസ്പിറ്റൽസോ അല്ലെങ്കിൽ ഒരു പെയ്ഡ് സബ്സ്ക്രിപ്ഷന്റെയോ പുറകിൽ അല്ലെങ്കിൽ ഒരു ലൊക്കേഷൻ സ്പെസിഫിക് ആയിട്ട് ഒതുങ്ങിപ്പോവാറുണ്ട്. അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പ്രോബ്ലം. ആൻഡ് ദാറ്റ് പ്രോബ്ലം ഇസ് ക്രോണിക് പെയിൻ. ഓക്കെ, സോ ഈ ആരുടെയോ മൈക്ക് ഓൺ ആണേ, ഒരുപാട് വോയിസ് കയറി വരുന്നുണ്ട്. എനിവേ, so let's speak about this crisis. 1.5 ബില്യൺ ആൾക്കാരെ എഫക്ട് ചെയ്യുന്ന ഈ ക്രൈസിസ് ഇസ് ക്രോണിക് പെയിൻ. ഓക്കെ, 2020 ലാൻസെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജേർണലിൽ പബ്ലിഷ് ചെയ്ത സ്റ്റഡിയാണ് ഈ ക്രോണിക് പെയിനെ പറ്റി. ആൻഡ് ഇറ്റ് ഇസ് സച്ച് എ വാസ്റ്റ് തിങ്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഏറ്റവും വലിയ ഹെൽത്ത് ക്രൈസിസ് എന്ന് പറയുന്നത് മേ ബി ഇറ്റ് കുഡ് ബി എന്താ പറയുക ഒരു ഹാർട്ട് കണ്ടീഷനോ ഡയബറ്റീസോ ഒക്കെയാണ് എന്ന് നമ്മൾ പലപ്പോഴും വിചാരിക്കും. ബട്ട് ദ ഫാക്ട് ഇസ് ഏറ്റവും കൂടുതൽ നമ്മൾ ആൾക്കാരെ എഫക്ട് ചെയ്യുന്ന സംഭവം എന്ന് പറയുന്നത് പെയിൻ ആണ്. പെയിൻ ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ക്യാൻസറോ ഹാർട്ട് ഡിസീസോ ആക്സിഡൻസോ ട്രോമയോ ഒന്നുമല്ല, ഇറ്റ് ഈസ് പെയിൻ. അപ്പം ഇതിലെ ഡേഞ്ചർ പാർട്ട് അല്ലെങ്കിൽ ഇതിന്റെ ആ ഒരു പ്രൈമറി ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് ഈ 1.5 ബില്യൺ ആൾക്കാരിൽ ഓൾമോസ്റ്റ് 80% ആൾക്കാർക്കും ഇതിനൊരു പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റിനുള്ള ആക്സസ് ഇല്ല. അവർക്ക് അതായത് ക്വാളിറ്റി ആയിട്ടുള്ള ഒരു എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു റീഹാബിലിറ്റേഷൻ പെയിൻ മാനേജ് ചെയ്യാനുള്ള രീതികളില്ല. യൂഷ്വലി പെയിൻ എന്ന് പറഞ്ഞ ഒരാൾ പോകുമ്പോൾ അവർക്ക് കൊട്ടുന്ന ഏറ്റവും വലിയ സൊല്യൂഷൻസ് എന്ന് പറയുന്നത് കുറെ ഇഞ്ചക്ഷൻസോ കുറെ മെഡിക്കേഷൻസോ, ചിലപ്പം US പോലത്തെ ഒരു കൺട്രിയിലാണെങ്കിൽ ഓപ്പിയോയിഡ് ഡ്രഗ്സോ ഒക്കെയാണ് പലപ്പോഴും പോകാറുള്ളത്. ചില സിറ്റുവേഷൻസിൽ ഒരു കാര്യമില്ലാത്ത സർജറീസിലും ഇത് കലാശിക്കാറുണ്ട്. ആൻഡ് ദാറ്റ് ഇസ് എ ഫാക്ട്, എവറിബഡി നോസ് ദാറ്റ്. അപ്പം
എന്തുകൊണ്ട് ഇതിങ്ങനെ സംഭവിക്കും ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഇവർക്ക് പ്രോപ്പറായിട്ട് പെയിനെ പറ്റിയുള്ള ഒരു എഡ്യൂക്കേഷൻ കൊടുക്കാൻ പറ്റുന്നില്ല. They are not able to understand what is the pain or why it is happening to them. എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ പെയിൻ വരുന്നു, വാട്ട് ഈസ് ഹാപ്പനിങ് ടു മീ എന്നുള്ളത് പറഞ്ഞു കൊടുക്കാൻ പലപ്പോഴും അവർക്കത് മനസ്സിലാക്കാനോ ഉള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാവുന്നില്ല. സോ വൈ ഇസ് ദാറ്റ് ഹാപ്പനിങ്? ലൈക്ക് ഐ സെഡ് ബിഫോർ, ഇതിനുള്ള പ്രോപ്പറായിട്ടുള്ള എന്താണ് ട്രീറ്റ്മെന്റ്, ഒരു ചികിത്സാ രീതി ഉണ്ട്, അതിന് സയന്റിഫിക് ആയിട്ടുള്ള ചികിത്സയാണിത്, അതിന്റെ ഒരു സയൻസ് ഉണ്ട്, അതിന് ഉപയോഗിക്കേണ്ട ട്രീറ്റ്മെന്റ് ടൂൾസ് ഉണ്ട്. പക്ഷെ അത് ആൾക്കാരിലേക്ക് എന്തുകൊണ്ട് എത്തുന്നില്ല എന്നുള്ളതാണ് പലപ്പോഴും നമുക്ക് അഡ്രസ് ചെയ്യാൻ പറ്റാതെ പോകുന്ന ഒരു കാര്യം. അപ്പൊ സൈക്കോളജിസ്റ്റ് ആൻഡ് എഞ്ചിനീയേഴ്സ്, ഹൗ ഡസ് ദിസ് എഫക്ട് യു എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഫസ്റ്റ് തിങ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഹിയർ ഇസ്, ഈ ഒരു പർട്ടിക്കുലർ ക്രൈറ്റീരിയ വരുമ്പോ ഈ പ്രത്യേകിച്ച് സൈക്കോളജിസ്റ്റിന്റെ ഒരു കൺസെപ്റ്റില് പെയിൻ എന്ന് പറയുന്നതിനെ പറ്റി ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ഒരു സിംറ്റം മാത്രമല്ല, ഇറ്റ് ഈസ് എ പെർസെപ്ഷൻ, അല്ലെ? അപ്പം പെർസെപ്ഷൻ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്, നമുക്കിപ്പോ ഒരു വേദന എന്ന് പറയുന്ന ഒരു സാധനം, ഞാനിപ്പോ ഒരു എക്സാമ്പിൾ പറഞ്ഞ, നടുവേദന കാരണം ജീവിതം മടുത്തു, അത് വേദനയല്ല, ദാറ്റ് ഈസ് ദ എക്സ്പീരിയൻസ് ദേ ആർ ഗോയിങ് ത്രൂ, അല്ലെ? എനിക്ക് ബാക്ക് പെയിൻ ആണ്, എനിക്ക് അവിടെ പോകാൻ പറ്റുന്നില്ല, ഇവിടെ പോകാൻ പറ്റുന്നില്ല, ഐ എം ഫീലിംഗ് ഫ്രസ്ട്രേറ്റഡ്, ഐ എം ഫീലിംഗ് ഡിപ്രസ്ഡ്. വേദന ഉണ്ടോ ഇല്ലയോ, ദേ ആർ ഫീലിംഗ് ഓൾ ദീസ് തിങ്സ് ബിക്കോസ് it is actually a perception which is shaped by അവരുടെ ബിലീഫ് സിസ്റ്റം, അവരുടെ പേടി, അവരുടെ പാസ്റ്റ് എക്സ്പീരിയൻസസ് വിത്ത് ട്രോമ. ഇതെല്ലാമാണ് എപ്പോഴും അവരെ എഫക്ട് ചെയ്യുന്നത്. അതാണ് അവരുടെ വേദനയെ ഷേപ്പ് ചെയ്യുന്നത്. ആൻഡ് ആസ് ഫാർ ആസ് എഞ്ചിനീയേഴ്സ് ആർ കൺസേൺഡ്, ഇത് ആക്ച്വലി എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പേഷ്യൻസിന് ഈ ഒരു എഡ്യൂക്കേഷൻ കൊടുക്കാനുള്ള ടൂൾസ് എന്നുള്ള ഒരു ക്രൈറ്റീരിയ വരുമ്പോൾ അതിലൊരു വലിയൊരു ഗ്യാപ്പ് ഉണ്ട്. നമ്മളിപ്പോ ഓഫ് കോഴ്സ് ആപ്പിൾ വാച്ചസും അല്ലെങ്കിൽ ഗാർമിന്റെ വാച്ചും അങ്ങനെ കുറെ സംഭവങ്ങൾ ഇപ്പം വെയറബിൾസ് ആയിട്ടുള്ള ലൂപ്പ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രോഡക്ട്സ് അവൈലബിൾ ആണ്. ഇതെല്ലാം മിക്ക സാധനങ്ങളും ഒരു ഗ്ലോറിഫൈഡ് എന്താ പറയാ സ്റ്റെപ്പ് കൗണ്ടർ ആണ്. എനിക്കിന്ന് 5000 സ്റ്റെപ്സ് നടക്കാൻ പറ്റി, 10,000 സ്റ്റെപ്സ് നടക്കാൻ പറ്റി, അല്ലെങ്കിൽ ഞാൻ ഇന്ന് ഇത്ര മണിക്കൂർ ഉറങ്ങി, ഇല്ലെങ്കിൽ ഇത്ര ലെവൽ സ്ട്രെസ് ഉണ്ട്, ഇതൊക്കെ പറഞ്ഞ് കുറെ ഡേറ്റ നമുക്ക് തരുന്നതല്ലാതെ ഇത് ഒരിക്കലും നമുക്കൊരു എന്താ പറയാ ഒരു പ്രോ ആക്റ്റീവ് ആയിട്ട് ഒരു പെയിൻ ഉള്ള ഒരാളെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ ഇതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം ഡിജിറ്റൽ തെറാപ്യൂട്ടിക്സ് എന്ന് വേണമെങ്കിൽ ഇതിന് പറയാം. അപ്പം ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ജസ്റ്റ് ഓപ്പണിംഗ് അപ്പ് വിത്ത് ദ അഡ്വെന്റ് ഓഫ് AI ആൻഡ് all that. അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഐ തിങ്ക് ഞാൻ 2022 ഒരു സ്റ്റഡി ഉണ്ടായിരുന്നു ഡിജിറ്റൽ മെഡിസിനിൽ. അതില് ഏകദേശം പെയിൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞ് ഒരു 12,000 ആപ്സ് നമ്മുടെ ആപ്പ് സ്റ്റോഴ്സിൽ അവൈലബിൾ ആണ് ഇപ്പൊ തന്നെ. അതില് ഒരു 50 എണ്ണത്തിന് പോലും പ്രോപ്പർ ടെസ്റ്റിംഗ് ഉണ്ടായിട്ടില്ല. അത് എങ്ങനെ വർക്ക് ചെയ്യുന്നൊന്നുമില്ല. ഇറ്റ്സ് ഒരു കൂളായിട്ടുള്ള ഒരു ഇന്റർഫേസ് ഉണ്ട്, വളരെ ജെൻസി ആയിട്ടുള്ള ഒരു ഇന്റർഫേസും സാധനങ്ങളും അതിനുണ്ട്. പക്ഷേ how is it working? Is it working properly? Is it actually being used day to day basis? ഇങ്ങനത്തെ കാര്യങ്ങളിൽ പലപ്പോഴും ഒരു എന്താ പറയുക ക്ലാരിറ്റി ഇല്ല. അപ്പം ഇതെന്ന് പറയുന്നത് ഞാനൊരു പെയിൻ മാനേജ് ചെയ്യുന്ന ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് ആയിട്ടോ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിന് ഒറ്റയ്ക്കോ ചെയ്യാൻ പറ്റില്ല. ദർ നീഡ്സ് ടു ബി ഒരു എന്താ പറയുക ഒരു ഇന്റഗ്രേഷൻ വേണം. ഇന്റഗ്രേഷൻ ആസ് ഇൻ ഒരു ടെക്നിക്കൽ ആസ്പെക്റ്റില് ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ സൈഡിലുള്ള ഇന്റഗ്രേഷൻ, ഒരു സൈക്കോളജിക്കൽ ടൂൾസ് യൂസ് ചെയ്യുക, ഇതിനെ നമുക്കൊരു ഫിസിയോതെറാപ്പി അല്ലെങ്കിൽ ഒരു മെഡിക്കൽ മാനേജ്മെന്റിലേക്ക് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവരിക. അപ്പം ഇത്രയും കാര്യങ്ങൾ സ്കെയിൽ ചെയ്ത് ഒരു ഇന്റഗ്രേഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ് ഞാൻ ഈ ഒരു ടോക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഐ എം ഹിയർ ടു ടോക്ക് അബൌട്ട് ദ പ്രോബ്ലം ആൻഡ് പ്രോബബ്ലി അതിൽ നിന്ന് ഉള്ള സൊല്യൂഷൻസ് ആയിരിക്കാം നാളത്തെ നിങ്ങളുടെ ഒരു എന്താ പറയുക ഒരു യൂണിക്കോൺ പ്രോഡക്റ്റ് അവിടെ നിന്ന് ഡെവലപ്പ് ആവുക. സോ ദാറ്റ് ഇസ് വൈ ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ് ടു യു ഗൈസ്. Okay, so let us just deep dive into the problem that it is. ഇവിടെ 3 ലെവലിലാണ് നമുക്ക് ഈ പ്രോബ്ലം എന്ന് പറയുന്ന സിനാരിയോ വരുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു പ്രോബ്ലത്തിന്റെ 3 ലെവൽസിൽ ഫസ്റ്റ് ലെവൽ ആൻഡ് ഫോർമോസ്റ്റ് തിങ് ഇസ് ദ സയൻസ് ഗ്യാപ്പ്. ഇപ്പോ ലെറ്റ് മീ ടെൽ യു സംതിങ് ലൈക്ക് ദിസ്. നമ്മുടെ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഒരു ടിഷ്യൂ ഡാമേജ് ഉണ്ടെങ്കിൽ, അതായത് മുറിവുണ്ടെങ്കിൽ വേദന വരും, അതാണ് ഐഡിയോളജി അല്ലേ? അപ്പൊ മുറിവില്ലാത്ത ഒരാൾക്ക് വേദനയുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു വേദനയുള്ള ഒരാൾ എന്ന് പറയുന്നതായിരിക്കും ചിലപ്പോൾ ഒരു ബാക്ക് പെയിൻ ഉള്ള ഒരാള് അല്ലെങ്കിൽ ഒരു മുട്ടുവേദനയുള്ള ആള്. അതുപോലത്തെ ഒരു എക്സാമ്പിൾ നമുക്ക് എടുക്കാം.
അപ്പം ആ ഒരു ഇഷ്യൂല് മുറിവുള്ള ഒരാൾക്ക് നമുക്ക് ആ മുറിവൊന്ന് സ്റ്റിച്ച് ചെയ്ത് അല്ലെങ്കിൽ മരുന്ന് വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ ആ വേദന പോവും, ദാറ്റ്സ് ഓക്കെ. പക്ഷെ ബാക്ക് പെയിൻ ഉള്ള ഒരാൾക്ക് അവർക്ക് കാണാൻ പറ്റുന്ന പ്രോബ്ലം അല്ല. ബാക്കിൽ വേദനയുണ്ട്, കാലിലോട്ടൊക്കെ വേദന ഇറങ്ങുന്നു, അയ്യോ അത് എന്തെങ്കിലും ഡിസ്ക് ഒക്കെ പ്രോബ്ലം ഉണ്ടാവും, ഓക്കെ ഇനിയിപ്പോ വെയിറ്റ് ഒന്നും എടുക്കണ്ട, സ്വന്തം കുഞ്ഞിനെ എടുക്കരുത്, റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരിക. അപ്പം ഇവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ടിഷ്യൂ ഡാമേജ് തന്നെയാണ് വേദനയ്ക്ക് കാരണം എന്ന് നമ്മൾ വിശ്വസിച്ചിരിക്കുന്ന കൺസെപ്റ്റ് ഇപ്പോഴും മാറിയിട്ടില്ല. ഏറ്റവും ഒരുപാട് സ്റ്റഡീസ് വന്നിട്ടുണ്ട്. ഒരു 3000 ആൾക്കാരിൽ ഒരു MRI സ്റ്റഡി ചെയ്തായിരുന്നു. MRI എന്ന് പറയുന്നത് അറിയാമല്ലോ, നമ്മുടെ സ്പൈനിന്റെ ഒരു ഫോട്ടോഗ്രാഫാണ്. സോഫ്റ്റ് ടിഷ്യൂസും ഡിസ്കും സ്പൈനും എല്ലാം കാണാൻ പറ്റുന്നത്. അപ്പം 3000 പേരിൽ ചെയ്ത സ്റ്റഡി, ഈ 3000 പേർക്കും ബാക്ക് പെയിൻ ഇല്ല. ഈ 3000 പേരിൽ ചെയ്ത സ്റ്റഡിയിൽ 52% ആൾക്കാർക്ക്, 1500ഓളം പേർക്ക് ദേ ഹാഡ് ഡിസ്ക് ബൾജ് ഇഷ്യൂസ്. ഡിസ്ക് പൊട്ടി പുറമേ വന്നത് ഒരു 38% ആൾക്കാർക്കുണ്ടായിരുന്നു. ഒരു 7% ആൾക്കാർക്ക് ഡിസ്ക് വെളിയിലോട്ട് തള്ളി നിൽക്കുന്നതും ഉണ്ടായിരുന്നു. ഇത്രയും ഇഷ്യൂസ് 3000 ബാക്ക് പെയിൻ ഇല്ലാത്ത ആൾക്കാരിൽ MRI എടുത്തപ്പം ഫിഗർ ഔട്ട് ചെയ്തു. അപ്പം അതിൽ നിന്ന് എന്താ മനസ്സിലാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആസ് എ ക്ലിനീഷ്യൻ, ഈ വേദന എന്ന് പറയുന്നത് ഒരു ടിഷ്യൂ ഡാമേജ് കൊണ്ടുണ്ടാവണം എന്ന് ഒരു നിർബന്ധവും ഇല്ല എന്നുള്ളതാണ്. സോ ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫൈൻഡ്. കാര്യം ഇവിടെയാണ് ഈ ബയോ സൈക്കോ സോഷ്യൽ മോഡൽ എന്ന് പറഞ്ഞൊരു, ഓഫ്കോഴ്സ് സൈക്കോളജി സ്റ്റുഡൻസ് അത് കേട്ടിട്ടുണ്ടാവാം, ബയോ സൈക്കോ സോഷ്യൽ മോഡൽ എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് ഡെവലപ്പ് ആവുന്നത്. അത് 1977 ആയിരുന്നു അത് ആദ്യം വന്നത്. എൻഗൽ എന്ന് പറഞ്ഞ ഒരാളുടെ ഒരു മോഡലാണത്. ഈ ഒരു മോഡലില് ഒരു ആളുടെ പെയിൻ എന്ന് പറയുന്നത് നമ്മൾ അവരുടെ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സും ബിലീഫ് സിസ്റ്റംസും എക്സ്പീരിയൻസസും സ്ലീപ്പും ഇതിനെല്ലാം കമ്പൈൻ ചെയ്തുള്ള ഒരു കൺസെപ്റ്റ് ആണ്. അപ്പം ഇപ്പോഴും ഈ ഒരു മോഡൽ എക്സിസ്റ്റ് ചെയ്യുമ്പോൾ പോലും നിങ്ങൾക്ക് ഡിസ്ക് ബൾജ് ഉള്ളതുകൊണ്ടാണ് നടുവേദന എന്ന് ഒരു ഡോക്ടറോ അല്ലെങ്കിൽ ഒരു ഫിസിയോതെറാപ്പിസ്റ്റോ പറഞ്ഞു കഴിഞ്ഞാൽ ആ പേഷ്യന്റെ ലൈഫിൽ ഉണ്ടാകുന്ന ഇമ്പാക്ട് വളരെ വളരെ വലുതാണ്. ബിക്കോസ് അവരുടെ മൈൻഡ് പിന്നെ അതിലായിരിക്കും ഹുക്ഡ് ആയിരിക്കുക. ആ ഒരു ഹുക്കിൽ നിന്ന് മാറാനേ അവർക്ക് പറ്റുകയില്ല എന്നുള്ളതാണ്. ദ സെക്കൻഡ് ഇഷ്യൂ ഇസ് ദ ആക്സസ് ഗ്യാപ്പ്. സോ ഈ ഒരു ആക്സസ് ഗ്യാപ്പ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പരിമിതമായ ഫിസിയോതെറാപ്പിസ്റ്റ് ഈ ലോകം മുഴുവൻ ഉള്ളൂ. ഈ പോപ്പുലേഷൻ റേഷ്യോ കണക്കൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിന് ഒരു 3000 പേരായിരിക്കും പെയിൻ പേഷ്യൻസ് ഉണ്ടാവുക. ഇവരെല്ലാവരെയും നമുക്ക് ട്രീറ്റ് ചെയ്യാനും പറ്റില്ല. അപ്പം ഒന്ന്, ഈ ഫിസിയോതെറാപ്പിസ്റ്റിന്റെ ആക്സസിബിലിറ്റി. രണ്ട്, ഈ ഒരു റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്ന ഒരു എക്സ്പെൻസീവ് സാധനമാണ്. നമ്മുടെ നാട്ടില് ഒരു ഫിസിയോതെറാപ്പി സെഷൻ ഒരു 500 to 2000 3000 വരെ വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട്. അതേസമയം US പോയി കഴിഞ്ഞാൽ ഇൻഷുറൻസ് കവറേജിൽ വരുന്നതിന് പുറമെ ഒരു 12 sessions to 15 sessions ഒക്കെ പലർക്കും ഇയർലി കിട്ടാറുള്ളൂ. അതല്ലാത്ത സിനാരിയോസിൽ പ്രൈവറ്റ് സെക്ടേഴ്സിൽ $50 to $150 വരെ ചാർജ് ചെയ്യുന്ന ഫിസിയോതെറാപ്പിസ്റ്റ് ഈസി ആയിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് ആക്ച്വലി വെരി ഹ്യൂജ്. പിന്നെ ഇതിന് പുറമെ റൂറൽ ഏരിയാസിലുള്ള ലാക്ക് ഓഫ് ആക്സസ് ആൻഡ് ഈ ഒരു സംഭവം ആക്ച്വലി അവർക്കൊരു ആക്സസ് ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്യാണ്. പിന്നെ ഉള്ളതാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾ അഡ്രസ് ചെയ്യുന്ന ഈ ഒരു ഇന്നോവേഷനിലെ ഗ്യാപ്പ്. അതായത് ഈ ഒരു പെയിൻ ന്യൂറോ സയൻസും ഒരു സൈക്കോളജിക്കൽ ആസ്പെക്ട് ഓഫ് പെയിനെയും നമുക്ക് ഒറ്റ ഒരു കൊടക്കീഴിൽ കൊണ്ടുവരുന്ന രീതിയിലുള്ള ആപ്സിന്റെ എണ്ണം വളരെ വളരെ കുറവാണ്. ഗ്ലോറിഫൈഡ് ആയിട്ടുള്ള കുറെ ഹാർട്ട് റേറ്റ് മെഷർ ചെയ്യാനും അല്ലെങ്കിൽ സ്ട്രെസ് ലെവൽ എന്ന് പറഞ്ഞ് മെഷർ ചെയ്യാനും സ്ലീപ്പ് മെഷർ ചെയ്യാനും ഒക്കെ കുറച്ച് സാധനങ്ങളുണ്ടെങ്കിലും ഒരു ഡിജിറ്റൽ തെറാപ്യൂട്ടിക് ലെവലിൽ ഒരു ക്രോണിക് പേഷ്യന്റിന് ആക്സസിബിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 2000 ആപ്പ് ഉള്ളത് എടുത്തു കഴിഞ്ഞാൽ അത് 50 എണ്ണം പോലും പ്രോപ്പർ ടെസ്റ്റഡ് അല്ല. അപ്പം ഇങ്ങനത്തെ ഒരു സിനാരിയോ ആണ് നമ്മുടെ ഈ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഈ ഒരു സംഭവത്തിന്റെ ഫെയിലിയറിൽ വന്നു വരുന്ന മെയിൻ റീസൺ. ഓക്കെ, അപ്പം ദിസ് ആക്ച്വലി ഈസ് അഫക്റ്റിംഗ് പീപ്പിൾ ഇൻ സച്ച് എ മാനർ. അപ്പം ഈ ഒരു പാരഡൈം ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. അതായത് ഈ കോർ ബിലീഫിനെ നമുക്ക് എങ്ങനെ മാറ്റിമറിക്കാം, അതായത് ഒരു ഇഞ്ചുറി ഉണ്ടാവണം എന്നില്ല വേദന വരാൻ എന്നുള്ളത്, ആ ഒരു കൺസെപ്റ്റിനെ മാറ്റുക എന്നുള്ളതാണ് ഈ ഒരു ആക്ച്വലി ടോക്കിലൂടെ ഞാൻ ട്രൈ ചെയ്യുന്നത്. സോ ഈ ഒരു ബ്ലൈൻഡ് സ്പോട്ടില് നമ്മൾക്ക് എത്തിച്ചേരുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടിഷ്യൂ ഡാമേജ് ഇല്ലാത്ത ഓൾമോസ്റ്റ് 40% ആൾക്കാർക്കും വേദന ഉള്ളവർക്ക് പ്രത്യേകിച്ച് ഒരു ഡിസ്ക് പ്രോബ്ലമോ അല്ലെങ്കിൽ ടിഷ്യൂ ഡാമേജോ ഉണ്ടാവാറില്ല. അവർക്കെല്ലാം ആക്ച്വലി ഒരു ബിലീഫ് സിസ്റ്റത്തിൽ ചേഞ്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ
you can actually make a huge difference in their life. അപ്പം ഇവർ ഈ ഒരു പെയിൻ പ്രോസസ് ചെയ്യുന്ന രീതിയെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഗോൾ ഇവിടെ. ഓക്കെ, സോ ഇപ്പോ ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു ടിഷ്യൂ ഇൻപുട്ട് വരുന്നു. അതായത് ഇപ്പോ നമ്മൾ വിചാരിക്കുന്നു നമ്മുടെ കയ്യിൽ ഒരു മുള്ളു കൊണ്ടു, ഉടനെ ആ മുള്ളു കൊണ്ടതിന്റെ സിഗ്നൽസ് നമ്മുടെ കയ്യിൽ നിന്ന് നേരെ ബ്രെയിനിലോട്ട് പോകുന്നു. അത് വേദനയാണെന്ന് ബ്രെയിൻ പറയുന്നു, വേദന വരുന്നു. ഇതല്ല പലപ്പോഴും ബാക്ക് പെയിൻ അതുപോലത്തെ സിനാരിയോസിൽ സംഭവിക്കുന്നത്. അപ്പം ഈ ബാക്ക് പെയിൻ പോലത്തെ സിനാരിയോസിൽ എപ്പോഴും സംഭവിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രെയിനിൽ പ്രോസസ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടാണ്. ഇപ്പോ ഒരു 45-year-old മാൻ ഹൂ കംസ് വിത്ത് ഒരു MRI ഒക്കെ ആയിട്ട് വരെയാണ്, അയാൾക്ക് ഒരു ഡിസ്ക് പ്രൊലാപ്സ് ഉണ്ട്. അപ്പം പുള്ളിയുടെ ഒരു ചിന്താഗതിയിൽ എനിക്ക് ഡിസ്ക് പ്രൊലാപ്സ് ഉണ്ട്, എനിക്ക് വേദനയുണ്ട്. അയാൾക്ക് ഇപ്പൊ ഒരു 10 ഒരു നമ്മൾ ഈ പെയിൻ റേറ്റിംഗ് സ്കെയിലൊക്കെ യൂസ് ചെയ്യുമല്ലോ, അതിൽ 8 out of 10 ന്യൂമറിക് പെയിൻ റേറ്റിംഗ് സ്കെയിലിൽ അയാൾക്ക് 8 out of 10 പെയിൻ ഒക്കെ ഉണ്ട്. അപ്പൊ പുള്ളിയുടെ പേടിയിട്ട് നടു പൊടിഞ്ഞു പോവോ അല്ലെങ്കിൽ കുനിയാമോ, നിവരാമോ, വെയിറ്റ് എടുക്കാമോ, ഇതുപോലത്തെ ടെൻഷനായിട്ടാണ് വരുന്നത് ഒരാളായിരിക്കും വരിക. അയാളുടെ മുമ്പിൽ നമ്മൾ എന്നിട്ട് ഡിസ്ക് ആണല്ലേ, ഇത് പ്രശ്നമാണല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ റീഅഫേമിങ് ദ ബിലീഫ് സിസ്റ്റം ഈ ഓൾറെഡി ആസ്. അതായത് അയ്യോ എനിക്കിത് പ്രശ്നമാണല്ലേ, സോ ഞാനിനി അധികം ജോലിയൊന്നും ചെയ്യാതെ ഒതുങ്ങി കൂടാം, അല്ലെങ്കിൽ ബെഡ് റെസ്റ്റ് കൂടുതൽ എടുക്കാം എന്നുള്ള ചിന്താഗതിയിലോട്ട് പുള്ളി പോവുകയാണ്. അപ്പം പുള്ളിയുടെ പെയിൻ ഔട്ട്പുട്ടിനെ നമ്മൾ അവിടെ ആംപ്ലിഫൈ ചെയ്യാണ് ഈ ഒരു സിനാരിയോയില്. അതേസമയം പുള്ളിക്ക് വി ആർ ടെല്ലിങ് ഹിം, സി you have some issues but we'll teach you how to work with it. First thing you have to understand is ഈ ഡിസ്ക് എപ്പോഴും പെയിൻ ക്രിയേറ്റ് ചെയ്യുന്ന ഫാക്ടർ അല്ല എന്ന് പറഞ്ഞ് നമ്മളൊരു എഡ്യൂക്കേറ്റീവ് മാനറിൽ അയാളുടെ ഫിയേഴ്സിനെ അഡ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, അയാളുടെ ആ ഒരു ബിലീഫ് സിസ്റ്റത്തിനെ അഡ്രസ് ചെയ്യാം. നമുക്ക് വി ടോക്ക് സയൻസ് ടു ഹിം ആൻഡ് മേക്ക് ഹിം അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് എക്സാക്ട്ലി ഹാപ്പനിങ് ടു യു എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ദാറ്റ് ചേഞ്ചസ് എ ലോട്ട് ഓഫ് തിങ്. വാട്ട് ആർ യു എക്സ്പീരിയൻസിങ്? ഇപ്പം നിങ്ങളുടെ സൈക്കോളജിസ്റ്റിന്റെ ഇന്റർവെൻഷനിൽ ടോക്ക് തെറാപ്പി അബൌട്ട് പെയിൻ എന്നുള്ളതല്ല, ബട്ട് അതിനുപരിയായിട്ട് ഒരു ത്രെറ്റ് പെർസെപ്ഷൻ എങ്ങനെയാണ് നിങ്ങൾ മാനേജ് ചെയ്യുന്നത്, നിങ്ങളുടെ ബിലീഫ് സിസ്റ്റം എന്താണ്. ഇപ്പോ ചില ആൾക്കാരുണ്ട്, നടുവേദന ഉണ്ടെങ്കിൽ താഴെ കിടക്കുന്ന ഒരു ബാഗ് അല്ലെങ്കിൽ ഒരു പീസ് ക്ലോത്ത് എടുക്കണം. ആ ബാഗ് കാണുമ്പോൾ തന്നെ അയ്യോ എനിക്ക് നടുവേദനയ്ക്ക് ഇത് എടുക്കാൻ പോയാൽ എന്നായിരിക്കും അവരുടെ മൈൻഡിൽ പോകുന്നത്. ആ ഒരു കൈനസിയോഫോബിയ, ഫിയർ ഓഫ് മൂവ്മെന്റിനെ നമുക്ക് അഡ്രസ് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. ആ ഒരു പെർസ്പെക്റ്റീവിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റിയാൽ ദാറ്റ് ആക്ച്വലി ചേഞ്ചസ് തിങ്സ് ഫോർ ദം. അതുപോലെ തന്നെ നമ്മുടെ നിങ്ങളുടെ ഒരു എഞ്ചിനീയറിംഗ് പെർസ്പെക്റ്റീവില് ഓക്കെ, ഇപ്പം ഒരുപാട് ആപ്സ് വന്നിട്ടുണ്ട് എക്സസൈസസ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ. ആപ്പ് തുറക്കുമ്പോൾ തന്നെ ഇന്ന് ഈ എക്സസൈസസ് 10 വെച്ച് ചെയ്യൂ, ഈ എക്സസൈസ് 20 ചെയ്യൂ, 20 പുഷപ്പ് എടുക്കൂ, 50 സ്ക്വാട്ട് ചെയ്യൂ. അങ്ങനെ പറയുന്നതിനുപരിയായിട്ട് ഓക്കെ ദിസ് പർട്ടിക്കുലർ എക്സസൈസ് ഇസ് സേഫ് ഫോർ യു ആൻഡ് ഇത് നിങ്ങളുടെ ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നതോറും യു ആർ ഗെറ്റിംഗ് സ്ട്രോങ്ങർ എന്നുള്ള അവരുടെ പ്രോഗ്രസിനെ സെലിബ്രേറ്റ് ചെയ്യാനും അവരുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനും അവർക്ക് ആ ഒരു ഫിയറിനെ അഡ്രസ് ചെയ്യാനും ഉള്ള രീതിയിലുള്ള ഒരു ബിഹേവിയറൽ ആപ്പ്, അതാണ് നമുക്കിവിടെ ആവശ്യം. ജസ്റ്റ് നമ്പേഴ്സ് കാണിക്കുക അല്ലെങ്കിൽ അവർക്ക് ഓർഡേഴ്സ് കൊടുക്കുന്ന ഒരു ആപ്പ് ഡസന്റ് റിയലി വർക്ക് ഫോർ ദം. ദേ വിൽ നോട്ട് ട്രസ്റ്റ് ദാറ്റ്. Now, I'll tell you something about a case study which I had. Okay. അപ്പം ഇതില് ഈ ഒരു പർട്ടിക്കുലർ പേഷ്യന്റ് എന്ന് പറയുന്നത് ഒരു 24-year-old ഫീമെയിൽ ആണ്, IT സെക്ടറിലുള്ള ഒരു ലേഡി ഹൂ ആക്ച്വലി ഹാസ് സ്കോളിയോസിസ്. അപ്പം സ്കോളിയോസിസ് വളരെ ലേറ്റ് ആയിട്ടാണ് അവർക്ക് ഐഡന്റിഫൈ ചെയ്തത്. സ്കോളിയോസിസ് എന്ന് പറയുന്നത് നമ്മുടെ സ്പൈനിന്റെ കേർവ് നമ്മുടെ ബോഡിയിലുള്ള നോർമൽ കറിനേക്കാളും സൈഡിലോട്ട് വരുന്ന കേർവ്സിനാണ് സ്കോളിയോസിസ് എന്ന് പറയുന്നത്. ഞാൻ സ്കോളിയോസിസിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന ആളാണ്. ഐ വർക്ക് വിത്ത് സ്കോളിയോസിസ് എ ലോട്ട്. ആൻഡ് ഈ ഒരു ഏരിയയിൽ ഞാൻ കണ്ട ഈ ഒരു കേസിൽ എന്താ സംഭവിച്ചെന്ന് പറഞ്ഞാൽ, പുള്ളിക്കാരിക്ക് സ്കോളിയോസിസ് ഉണ്ട്. പുള്ളിക്കാരി പക്ഷെ അത് വലിയതായിട്ട് അവരെ എഫക്ട് ചെയ്യാത്തതുകൊണ്ട് അവർ ജിമ്മിൽ പോകുന്നു, വർക്ക്ഔട്ട് ചെയ്യാൻ നോക്കുന്നു, പക്ഷെ അവർക്ക് പെയിൻ അങ്ങോട്ട് മാറുന്നേ ഇല്ല. ഷീ ഈസ് ഹാവിങ് എ ലോട്ട് ഓഫ് ചലഞ്ചസ് വർക്കിംഗ് വിത്ത് പെയിൻ. അവർ ആക്ച്വലി ജിമ്മിലൊക്കെ വർക്ക്ഔട്ട് ചെയ്യാൻ തുടങ്ങി, പെയിൻ കൂടി. അവർക്ക് പല ജിമ്മ് മാറി മാറി തുടങ്ങി. അവസാനം ജിമ്മിൽ പോയാലുള്ള വേദന കാരണം അവർ പേടിച്ചിട്ട് അത് നിർത്തി. അവർക്കൊരു പ്രോപ്പർ ഗൈഡൻസ് ഇല്ലായിരുന്നു. ആകെ അവരെ ഗൈഡ് ചെയ്യാൻ വന്നത് ഡോക്ടർ ഗൂഗിൾ മാത്രമാണ്. ഇപ്പം പുള്ളിക്കാരി സോഷ്യൽ മീഡിയയിൽ എന്തോ വീഡിയോ കണ്ടിട്ടാണ് എൻ്റെ അടുത്ത് വരുന്നത്. അപ്പം ഫസ്റ്റ് തിങ് വി ഡിഡ് വാസ് വി ഡിഡ് എ പ്രോപ്പർ അസസ്മെന്റ് അവരുടെ. അപ്പൊ അവർക്ക് ഈ സ്കോളിയോസിസ് നമ്മൾ ആംഗിൾ മെഷർ ചെയ്തപ്പം അറൌണ്ട് 28 degrees എന്തേ ഉള്ളൂ. അപ്പം
28 ഡിഗ്രി ആംഗിൾ ഉള്ള ഒരു സ്കോളിയോസിസ് എന്ന് പറയുന്നത് അത് അതിന്റെ വളവിന്റെ ഒരു മെഷർമെന്റ് ആണ്, കോബ്സ് ആംഗിൾ എന്ന് പറയും. അപ്പം ഇത് മെഷർ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇവർക്ക് ആക്ച്വലി സ്കോളിയോസിസ് അല്ല പെയിൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം ഇവര് സ്കോളിയോസിസ് ഉണ്ടെങ്കിൽ സർജറി ചെയ്യണം എന്നുള്ള മൈൻഡ് സെറ്റിൽ ഇരിക്കുകയാണ്. സർജറി ചെയ്താലേ എനിക്കിനി ശരിയാവൂ, സർജറി ചെയ്ത് അതിന്റെ പ്രശ്നങ്ങൾ എന്താവും, നട്ടലിന് സർജറി ചെയ്യണോ. അപ്പം വി ഹാഡ് എ പ്രോപ്പർ കൗൺസിലിംഗ് സെഷൻ ഫോർ ഹെർ വേർ വി മേഡ് ഹെർ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഹാപ്പനിങ് ഫോർ യു, ഹൗ ക്യാൻ വി ഹെൽപ്പ് യു ബെറ്റർ, നിങ്ങൾക്ക് എന്താണ് ഇവിടെ ആവശ്യം, വാട്ട് ക്യാൻ ബി ഡു ഫോർ ദിസ് എന്നുള്ളത്. അപ്പൊ അയാൾ വന്ന സമയത്ത് അയാളുടെ പെയിൻ ലെവൽ അറൌണ്ട് 8 out of 10 ആയിരുന്നു. ആൻഡ് അയാളുടെ വർക്കിനെ, സ്ലീപ്പിനെ, എല്ലാത്തിനെയും അത് ബാധിക്കുന്നുണ്ടായിരുന്നു. അപ്പം നട്ടലിനി വളഞ്ഞു ഒടിഞ്ഞു പോവോ എന്നുള്ളതായിരുന്നു പുള്ളിക്കാരിയുടെ ഒരു മൈൻഡ് സെറ്റ്. അപ്പൊ ഇവിടെ ഞാൻ ചെയ്ത ഒരു ഇന്റഗ്രേറ്റഡ് അപ്രോച്ച്, കാര്യം ബിക്കോസ് ആൾ ഇച്ചിരി ദൂരെ താമസിക്കുന്ന ആളായിരുന്നു, വർക്ക് ഫ്രം ഹോം ചെയ്യുന്ന, എനിക്ക് ഡെയിലി വിസിറ്റ്സ് ഒന്നും തരാൻ പറ്റുന്നില്ല. വി സ്റ്റാർട്ടഡ് വിത്ത് ബേസിക് ഒരു ന്യൂറോ സയൻസ് എഡ്യൂക്കേഷൻ ആണ് ഞാൻ അവിടെ കൊടുത്തത്. അബൌട്ട് ഹൗ നമ്മുടെ ഇപ്പൊ പെയിൻ എന്നുള്ള ഒരു സിനാരിയോ വരുമ്പോൾ നമ്മുടെ നെർവസ് സിസ്റ്റം മൊത്തത്തിൽ ഒരു പ്രൊട്ടക്റ്റീവ് മോഡാണ്, എല്ലാ മൂവ്മെന്റ്സിനെയും റെസ്ട്രിക്ട് ചെയ്യും. അത് വേദന വരും, ഇത് വേദന വരും എന്ന് പറഞ്ഞ് നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ ഫയർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ആ ഡാമേജ് എന്ന് പറയുന്നത് റിയൽ അല്ല എന്നും, ഇറ്റ് ഈസ് നോർമൽ ഫോർ യു ടു മൂവ് ലൈക്ക് ദിസ് ആൻഡ് ഇറ്റ് ഈസ് ഓക്കെ എന്നുള്ള രീതിയിൽ അയാൾക്ക് ബേസിക് പെയിൻ ഫ്രീ രീതിയിലുള്ള മൂവ്മെന്റ് പാറ്റേൺസ് കൊടുക്കുക. പിന്നെ നമ്മളൊരു സ്പെസിഫിക് ആയിട്ട് ഈ സ്കോളിയോസിസ് ഉള്ള ആൾക്കാർക്ക് ഷ്രോത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു ജർമ്മൻ എക്സസൈസ് മൊഡ്യൂൾ ഉണ്ട്, അത് വെച്ചാണ് ഞാൻ വർക്ക് ചെയ്തത്. ആൻഡ് ദാറ്റ് ഒരു എവിഡൻസ് ബേസ്ഡ് ആയിട്ടൊരു മെത്തഡോളജിയാണ്. അപ്പം അങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് അപ്രോച്ച്, റാൻഡം ആയിട്ട് കുറെ സ്ട്രെച്ചസോ യൂട്യൂബ് വീഡിയോസ് നോക്കിയുള്ള കുറെ ആക്ടിവിറ്റീസോ അല്ലാതെ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ട് ഒരു കെയർ പാത്ത് വേ കൊടുക്കുക. എന്നിട്ട് ഇതിനൊക്കെ പുറമെ ഐ ആക്ച്വലി മേഡ് ഹർ ഡു എ ജേർണലിംഗ്. എനിക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റിയ ആപ്സ്, ഈ ആപ്പ് ഇല്ലാത്തതുകൊണ്ടാണല്ലോ നമ്മളിപ്പോ സംസാരിക്കുന്നത്. ഈ ഒരു ആപ്പോ കാര്യങ്ങളോ ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു അയാളെ കൊണ്ട് ഒരു ജേർണലിംഗ് ചെയ്യിച്ചു, കുറച്ച് അനാലിറ്റിക്സ് എടുപ്പിച്ചു. അപ്പം അതില് അയാള് ആപ്പിൾ വാച്ച് ഉണ്ട്, അതിൽ വെച്ചിട്ട് സ്ലീപ്പ് സൈക്കിൾ എങ്ങനെയുണ്ട്, അയാളുടെ പെയിൻ ലെവൽസ് ഡെയിലി നോട്ട് ചെയ്യുക, ആക്ടിവിറ്റി ലെവൽസ് നോട്ട് ചെയ്യുക, എക്സസൈസസ് എത്ര പ്രാവശ്യം ചെയ്തു എന്നുള്ളത് നോട്ട് ചെയ്യുക, ഇതിനൊക്കെ ഒരു ചെക്ക് ലിസ്റ്റ് വെപ്പിച്ചു. ആൻഡ് 2 to 3 weeks ഷീ സ്റ്റാർട്ടഡ് റെസ്പോണ്ടിങ് വെൽ. ഓൾമോസ്റ്റ് 12 weeks ഡേറ്റ നമ്മൾ എടുത്തായിരുന്നു. അപ്പം what she mentioned to me was the more she started sleeping well, things were getting better for her. അയാളുടെ സ്ട്രെസ് ലെവൽസ് കൂടുമ്പം അയാൾക്ക് വർക്ക് സ്ട്രെയിൻ ഉള്ള ദിവസങ്ങളിൽ പെയിൻ ലെവൽ കൂടുന്നത് അയാൾക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റി. അപ്പം ഇറ്റ് വാസ് ഓക്കെ ടു ഹാവ് സം പെയിൻ വെൻ യു സ്ട്രെസ് ഔട്ട് എന്നുള്ളത് ആ കുട്ടിയുടെ ബ്രെയിനിലേക്ക് നമുക്ക് ഇംബൈബ് ചെയ്യാൻ പറ്റിയപ്പോൾ ദാറ്റ് ഹെൽപ്ഡ്. ആൻഡ് അതൊരു മാജിക്കൽ ചേഞ്ച് ഒന്നുമല്ല, എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു എക്സസൈസ് പ്രോഗ്രാം കൊടുത്തു, അതിന്റെ കൂടെ ഒരു എഡ്യൂക്കേഷൻ പാത്വേ കൊടുത്തു, എന്നിട്ട് ഒരു ഡിജിറ്റൽ ഫീഡ്ബാക്ക് സിസ്റ്റം ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ആൻഡ് ദാറ്റ് ആക്ച്വലി ചേഞ്ച് ദ പ്രോഗ്രസ്. ഇൻ 12 weeks ടൈം ആൾക്ക് പെയിൻ ലെവൽസ് ഒരു 2 to 3 എന്നുള്ള രീതിയിലായിരുന്നു എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പം ഇത് ഫിസിയോതെറാപ്പി മാത്രമല്ല, ഇവിടെ കുറച്ചൊരു എന്താ പറയാ സൈക്കോളജിസ്റ്റിന്റെ ഏരിയ ആണ് കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി. ഐ എം നോട്ട് ട്രെയിൻഡ് ഇൻ ദാറ്റ്. I do something different called cognitive functional therapy എന്ന് പറയും. മൂവ്മെന്റ്സിനെ എങ്ങനെ നമുക്ക് സൈക്കോളജിക്കലി നമുക്ക് അവരെ വർക്കപ്പ് ചെയ്യാം എന്നുള്ള രീതിയിൽ ഒരു പ്രോഗ്രാം ഞാനിപ്പം എന്റെ ഫെലോഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ കുറച്ച് ടൂൾസ് ഇങ്ങനെയൊക്കെ വെച്ചാണ് ഞാൻ അവരുമായിട്ട് വർക്ക് ചെയ്തത്. ആൻഡ് ദാറ്റ് ആക്ച്വലി ഗേവ് ഹെർ ബെറ്റർ റിസൾട്ട്സ്. കാര്യം 8 out of 10 പെയിൻ ലെവലിൽ നിന്ന് നമുക്കത് 2 to 3, അതും ഒരു ഹോം പ്രോഗ്രാമിൽ അയാളെ കൊണ്ടുവരാൻ പറ്റി എന്ന് പറയുന്ന വീക്ക്ലി 1 റിവ്യൂ ഒക്കെ വെച്ചാണ് ചെയ്തത്. That was a fantastic change. അപ്പം ആ ഒരു പോസിബിലിറ്റി ഈസ് ഔട്ട് ദെയർ ഫോർ ദം. സോ ഇപ്പൊ നിങ്ങൾക്ക് ഐ തിങ്ക് എനിക്കൊരു ഈ ഒരു പ്രോബ്ലത്തിന്റെ ഒരു ചെറിയൊരു ഐഡിയ എനിക്ക് തരാൻ പറ്റി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിന്റെ ഒരു എന്താ പറയുന്ന ഒരു ഇക്കോസിസ്റ്റം എങ്ങനെ ഇവോൾവ് ചെയ്യുന്ന എന്റെ കാഴ്ചപ്പാട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, now you can actually create an ecosystem which actually supports all this. അപ്പം അതിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൂൾസ് എന്ന് പറയുന്ന പ്രൈമർലി നമുക്ക് ബിഹേവിയറൽ ചേഞ്ചിങ് ആപ്സ്, കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി പോലത്തെ ടൂൾസ് കൊണ്ടുവരുന്ന ആപ്സ്, AI പവേർഡ് ആയിട്ടുള്ള ഡയഗ്നോസിസ് പ്ലാറ്റ്ഫോംസ്, ടെലി റീഹാബിലിറ്റേഷൻ, വെയറബിൾ ഫീഡ്ബാക്ക് ലൂപ്സ്, കമ്മ്യൂണിറ്റി ഹെൽത്ത് മോഡൽസിൽ വർക്ക് ചെയ്യാം. ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അതിൽ ഈ സ്പെസിഫിക്കലി നമ്മുടെ ഈ ഒരു എഞ്ചിനീയേഴ്സിന്റെ ഒരു ഫോക്കസ് ഏരിയ എന്റെ അഭിപ്രായത്തില് AI ബേസ്ഡ് ആയിട്ടുള്ള ഡയഗ്നോസിസ് ടൂൾസ്, അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു സ്ട്രെസ് മാർക്കേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ
സ്ലീപ്പ് സൈക്കിൾസിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി ആൻഡ് ആക്ടിവിറ്റി ലെവൽസിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ട് പേഷ്യൻസിന് ഒരു ക്രോണിക് പെയിൻ ഉള്ള അടുത്ത് നിങ്ങളുടെ സ്ട്രെസ് ലെവൽസ് കൂടുന്നുണ്ട്, സോ യു മൈറ്റ് ബി ഹെഡിങ് ഇൻ ഫോർ സം പെയിൻ നെക്സ്റ്റ് വീക്ക്. ഒരു ഫിയർ മോങ്കറിങ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അതിന്റെ ഒരു സട്ടിൽ ലൈൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പം ഫോർ എക്സാമ്പിൾ യു ആർ ഗെറ്റിംഗ് ഓൺലി 4 hours or 6 hours സ്ലീപ്പ്, നിങ്ങളുടെ സ്ക്രീൻ ടൈം കൂടുന്നുണ്ട്, സോ യു ഹാവ് ടു പുൾ അപ്പ് യുവർ സോക്സ് എ ബിറ്റ്, നിങ്ങളുടെ ആക്ടിവിറ്റി ലെവൽസ് കുറയുന്നുണ്ട്, യു ഹാവ് ടു എക്സസൈസ് എന്നുള്ള ജെന്റിൽ നഡ്ജസ് rather than fear mongering would be a great help. അതുപോലെ തന്നെ അതിന് വേറബിൾ ആയിട്ടുള്ള ടൂൾസ് വിച്ച് ആക്ച്വലി ഡോണ്ട് ജസ്റ്റ് ടേക്ക് എന്താ പറയാ ഹാർട്ട് റേറ്റോ സ്ലീപ്പിനെ മാത്രം എടുത്തല്ല, അതിനെ ഒരു ബിയോണ്ട് ഓൾ ദാറ്റ് ഒരു അനാലിറ്റിക്കൽ ലെവലിലോട്ട് കൊണ്ടുപോയി റിയൽ ടൈം ആയിട്ട് മോണിറ്ററിങ് ചെയ്യാൻ പറ്റിയാൽ ഇറ്റ് വുഡ് ബി എ ഗുഡ് ഓപ്ഷൻ. സൈക്കോളജിസ്റ്റിനെ സംബന്ധിച്ചോളം എന്റെ റെക്കമെൻഡേഷൻ ഇസ് മോസ്റ്റ്ലി ഈ ബിഹേവിയറൽ ചേഞ്ചിങ് ആപ്സ് ഉണ്ട്. അപ്പം അവരെടുത്ത ഉടനെ ആ ആപ്പ് എടുത്തിട്ട് നിങ്ങൾ ഇന്ന് ഇങ്ങനെ ചെയ്യൂ അതങ്ങനെ ചെയ്യൂ എന്നുള്ളതല്ല, അതിനെ ഒന്ന് ട്രാക്ക് ചെയ്യാൻ പറ്റുക, ആ ഒരു ആപ്പിന്റെ സിഗ്നിഫിക്കൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അതായത് ആപ്പ് എടുത്ത ഉടനെ ഒരു 10 പുഷപ്പ് ചെയ്യൂ, അല്ലെങ്കിൽ അത് എന്നിട്ട് ആ ആപ്പ് ഇരുന്ന് കൗണ്ട് ചെയ്യാന്നുള്ളതല്ല. അവർക്ക് അതിനെപ്പറ്റി ഒരു എഡ്യൂക്കേഷൻ കൊടുക്കുക, അതിന്റെ ഒരു എന്താ പറയാ കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ. ഇപ്പം റിവാർഡ് സിസ്റ്റമോ സോഷ്യൽ പ്രൂഫ്സ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു സ്ട്രീക്ക് മോട്ടിവേഷൻ എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു കൺസെപ്റ്റ് കൊണ്ടുവരിക, അല്ലെങ്കിൽ ഈ യൂസർ കോൺഫിഡൻസും സൈക്കോളജിക്കൽ റെഡിനെസ്സിനെയും അസസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, ഈ ഒരു രീതിയിൽ ഒരു നിങ്ങളുടെ സൈക്കോളജിക്കൽ ടൂൾസ് ആപ്സിലോട്ട് ഇന്റഗ്രേറ്റ് ചെയ്താൽ ഇറ്റ് വുഡ് ബി എ ഗുഡ് ഐഡിയ. പിന്നെ അതുപോലെ ഈ ടെലി റീഹാബിലിറ്റേഷൻ പ്ലാറ്റ്ഫോംസ്, ഈ പറയുന്ന സൂം ഞാൻ തന്നെ അസസ്മെന്റ്സിനും ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പം റീസെന്റ് ആയിട്ട് ഞാൻ കണ്ട ഒരു ഇതാണ് ടെലി റീഹാബിലിറ്റേഷൻ ഡെസ്ക് ഉണ്ട്. അതിൽ പേഷ്യന്റ് വൈറ്റൽസ് വരെ നമുക്ക് ഏതൊരു സൈഡിൽ നിന്നും ഡോക്ടറിനെ കാണാം. ഇപ്പൊ ഡോക്ടേഴ്സ് ടെലി റീഹാബിലിറ്റേഷന്റെ ഇതായിട്ട് സർജറീസ് വരെ ചെയ്യുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഈ ടെലി റീഹാബിലിറ്റേഷൻ ടൂൾസ് വെച്ച് ഓൺലൈൻ പേഷ്യന്റ് റിപ്പോർട്ടഡ് ക്വസ്റ്റ്യൻസ് ഹാൻഡിൽ ചെയ്യിക്കുക അവരെ കൊണ്ട്. എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് ഇപ്പൊ നല്ല പേഷ്യന്റ് റിപ്പോർട്ടഡ് ടൂൾസ് ഉണ്ട്, അത് വെച്ച് അവരുടെ പെയിൻ ലെവൽസിനെ അസസ് ചെയ്യുക, ഓൺലൈൻ അസസ്മെന്റ്സ് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഈ ടെലി റീഹാബിലിറ്റേഷൻ ടൂൾസ് വെച്ച് നമുക്ക് അസസ് ചെയ്യാൻ പറ്റും. പിന്നെ മറ്റൊരു ഏരിയ ദിസ് ഇസ് സംതിങ് വിച്ച് എവറിബഡി ക്യാൻ ഡു. ഈ ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് വർക്കറിന്റെ ഡിജിറ്റൽ ടൂൾ കിറ്റ്സ് പോലെ. അപ്പൊ ഡേറ്റ കളക്ഷൻ ടൂൾസ്, ഇപ്പോൾ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിന് ഒരു ഡോക്ടറിന് എല്ലാ ഏരിയയിലും എത്താൻ പറ്റില്ലെങ്കിലും അവർക്ക് പേഷ്യൻസ്, ഇപ്പൊ റൂറൽ ഏരിയയിലുള്ള പേഷ്യൻസോ അങ്ങനത്തെ വില്ലേജ് ഏരിയസിലോട്ട് പോകുമ്പോൾ അവരുടെ ഡേറ്റ ക്യാപ്ചർ ചെയ്ത് കൊടുക്കാം. ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു പേഷ്യന്റ് ഇസ് കംപ്ലൈനിങ് ഓഫ് ഒരു ബാക്ക് പെയിൻ ഇൻ എ റൂറൽ ഏരിയ, ഫിസിയോതെറാപ്പിസ്റ്റ് ഇല്ല. അപ്പം നമ്മുടെ ഡേറ്റ കളക്ഷൻ വർക്കറിന് ഒരു ബാക്ക് പെയിന്റെ ഒരു ക്വസ്റ്റ്യനെയർ ഉണ്ടാവും. ആ ക്വസ്റ്റ്യനെയർ വെച്ചിട്ട് അതിൽ റെഡ് ഫ്ലാഗ്സ് മുതൽ എല്ലാ ഏരിയസും കണക്ട് ചെയ്യും. അതിലൊരു ചെക്ക് ലിസ്റ്റ് വെച്ച് ഒരു ഡേറ്റ കൊടുത്തു കഴിഞ്ഞാൽ സം ഫിസിയോ സംവെയർ ക്യാൻ ആക്ച്വലി ലുക്ക് അറ്റ് ഇറ്റ് ആൻഡ് പറയാൻ പറ്റും, ഓക്കെ ഈ പേഷ്യന്റ് ഒരു പെർട്ടിക്കുലർ റെഡ് ഫ്ലാഗ് ഉണ്ട്, ഐ ഡോണ്ട് തിങ്ക് ഇതൊന്ന് വെയിറ്റ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കേണ്ടതല്ല, എമർജൻസി ആയിട്ട് ഒരു റെഫറൽ കൊടുക്കുക. അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ വെരി മൈൽഡ് തിങ്, ഒരു ക്ലിനിക്കൽ അസസ്മെന്റ് നമുക്ക് ഈ ഒരു സംഭവം വെച്ച് തന്നെ നമുക്കൊരു പരിധി വരെ ഒരു ക്വസ്റ്റ്യനെയർ വെച്ച് ചെയ്തിട്ട് അവർക്ക് ജനറൽ സജഷൻസ് കൊടുക്കാം. ഒന്നും കിട്ടാതിരിക്കുന്നതിൽ നിന്നെക്കാട്ടിലും വളരെയധികം ബെറ്റർ ആണ് സം ആക്സസ് ടു ഇറ്റ്, അല്ലെ? അപ്പം അതിനുള്ള രീതിയിലുള്ള സട്ടിൽ ആയിട്ടുള്ളത് പ്രൊവൈഡഡ്. ഓഫ് കോഴ്സ് ഇതിനെല്ലാം നമുക്കൊരു മെഡിക്കൽ ടീമിന്റെയും സപ്പോർട്ട് വേണം, പക്ഷെ മെഡിക്കൽ ടീമിന് ഒറ്റയ്ക്ക് ഇതൊന്നും ചെയ്യാനും പറ്റില്ല. സോ ഇറ്റ് ഈസ് ആൻ ഇന്റഗ്രേഷൻ വിച്ച് ഐ ആം സ്പീക്കിംഗ് അബൌട്ട് ഹിയർ, ആൻഡ് ദാറ്റ് ആക്ച്വലി ഹെൽപ്സ്. ഇതുപോലത്തെ ആപ്സ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന പറയുക മുൻനിർത്തി ഇറങ്ങുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ള പിറ്റ്ഫോൾസും കൂടെ ഇവിടെ പറഞ്ഞു തരാം. ബിക്കോസ് അതൊരു എന്താ പറയാ ഒരു ഇന്നോവേഷൻ ഗാർഡ് റെയിൽസ് എന്ന് തന്നെ പറഞ്ഞോളൂ. കാര്യം പലപ്പോഴും ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുമ്പം എന്താണ് അവിടുത്തെ റിയൽ ടൈം പ്രോബ്ലം എന്ന് പലരും മനസ്സിലാക്കാറില്ല. സോ ആ ഒരു അതായത് പേഷ്യന്റ് സൈക്കോളജി മനസ്സിലാക്കാതെ സൈക്കോളജി ആപ്സ് ബിൽഡ് ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. ഒരു സൈക്കോളജിസ്റ്റ് പോലെ ആ ടീമിൽ ഉണ്ടാവില്ല. അവരൊരു പ്രോബ്ലം മനസ്സിലാക്കി അതൊരു ഇന്നോവേറ്റർ എടുത്ത് അതിനെ അങ്ങ് ബിൽഡ് ചെയ്യും. പക്ഷെ അത് റിയൽ ടൈം ആയിട്ട് എങ്ങനെ വർക്ക് ആവുന്നു, അല്ലെങ്കിൽ പേഷ്യന്റ് അത് യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ, ഒരു 10 ഡൗൺലോഡ് കിട്ടിയാൽ ഹാപ്പി എന്നുള്ളതിനുപരി അത് കൺസിസ്റ്റന്റ് ആയിട്ട് അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. പിന്നെ കുറെ ഇൻട്രസ്റ്റിംഗ് ഫീച്ചേഴ്സ് മാത്രം ഉണ്ടായ പോരാ, ഇതിന്റെ ക്ലിനിക്കൽ ആപ്ലിക്കബിലിറ്റി എന്ന് പറയുന്നത് ഒരു എവിഡൻസ് ബേസ്ഡ് ആയിട്ട് അതിനെ ഒന്ന് റിസർച്ച് ചെയ്ത് ഒരു
സ്റ്റഡി നടത്തി, ഒരു പൈലറ്റ് സ്റ്റഡി എങ്കിലും നടത്തി, ഒരു റാൻഡമൈസ് കൺട്രോൾ ട്രയൽ എന്തെങ്കിലും നടത്തി അതിന്റെ സിഗ്നിഫിക്കൻസ് നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം എപ്പോഴും. പിന്നെ റെഗുലേറ്ററി കോംപ്ലക്സിറ്റി, അതായത് ഓൺലൈനുള്ള സാധനങ്ങൾക്കൊന്നും വലിയ റെഗുലേഷൻസ് വേണം എന്നല്ല. പക്ഷെ ഇതുപോലെ ഒരു പേഷ്യന്റ് ഇത് വരുമ്പം HIPAA ഗൈഡ് ലൈൻസ്, പ്രൈവസി ഗൈഡ് ലൈൻസ്, പ്രൈവസി ലോസിനെ മാനിച്ചുകൊണ്ട് ഡോക്ടേഴ്സിന്റെ അപ്രൂവൽ വേണം. ഇങ്ങനത്തെ റെഗുലേറ്ററി റെഡ് ടേപ്സ് എന്ന് പറയാം, ബട്ട് സ്റ്റിൽ ദേ ആർ ഇമ്പോർട്ടന്റ് ടു പ്രൊട്ടക്ട് യു ആൻഡ് ദ പേഷ്യന്റ്. അപ്പം അതെപ്പോഴും കംപ്ലയന്റ് ആയിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. പലപ്പോഴും ഒരു എന്താ പറയുന്ന ഒരു 1 million ഡൗൺലോഡ്സ് ഉണ്ടാവുന്ന വരെ ആരും ഇതിനെ പറ്റി വലിയ കാര്യങ്ങൾ സംഭവിക്കാറില്ല. ഒരു കംപ്ലൈന്റ് വരുമ്പോഴാണ് അയ്യോ ഈ റെഗുലേഷൻസ് ഇല്ലല്ലോ എന്ന് പലപ്പോഴും പല ആപ്സും താഴോട്ട് പോകുന്നതിന്റെ റീസൺസ്. അപ്പൊ ഈ കംപ്ലയൻസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യുക എന്നുള്ളത് വളരെ ആദ്യമേ ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. ഇറ്റ് വോണ്ട് സ്ലോ യു ഡൗൺ, ബട്ട് ഇറ്റ് വിൽ ബിൽഡ് യു ടു ബിക്കം സ്ട്രോങ്ങർ. ആൻഡ് നാലാമത്തെ പ്രോബ്ലം ഈ ആപ്സ് ബിൽഡ് ചെയ്യുന്നവർ ഫേസ് ചെയ്യുന്നത് നമ്മളെ പോലത്തെ ഫിസീഷ്യൻസോ ഡോക്ടേഴ്സോ ഒക്കെ തന്നെയാണ്. കാര്യം നമ്മൾ നന്നാവില്ല. വി ആർ നോട്ട് ഗുഡ് അറ്റ് ഓൾ ദിസ് സ്റ്റഫ്, ടു ബി വെരി ഫ്രാങ്ക്. നമ്മുടെ പ്രൈമറി പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പർ ട്രെയിനിങ് ഇല്ലാതെ നമുക്ക് ഇതൊന്നും അഡാപ്റ്റ് ചെയ്യാനുള്ള സ്കിൽസ് ഇല്ല. സോ that is a very important thing. നമുക്ക് കാര്യം ഒന്ന്, we have seen a lot of such gimmicks and apps coming in, most of them fail, so we just don't have the time to experiment with stuff. So when you are implementing something, you have to set aside time for training us how to utilize this, how important this can be and how it can change the patient experience എന്നുള്ള രീതിയിൽ നല്ലൊരു ക്ലിനീഷ്യൻ ഓൺബോർഡിംഗ് പ്രോഗ്രാം ഇവിടെ തീർച്ചയായിട്ടും വേണം. and that actually improves the reach of this particular app. പിന്നെ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ഈ പ്രോബ്ലംസ് ഈ ആപ്സ് എല്ലാം ക്രിയേറ്റ് ചെയ്യുമ്പം ഒരു സൂപ്പർവൈസേഴ്സ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനൊരു എക്സസൈസ് പ്രിസ്ക്രിപ്ഷൻ ആപ്പ് യൂസ് ചെയ്തിരുന്ന ആളാണ്. അപ്പൊ ഞാനത് എന്റെ ക്ലിനിക്ക് യൂസ് ചെയ്യുമ്പോൾ ഇറ്റ് ഇസ് ഫെന്റാസ്റ്റിക്. പക്ഷെ ഈ പേഷ്യന്റ് വീട്ടിൽ പോയി ഇത് ചെയ്യുമ്പം അത് ആക്ച്വലി അവർക്ക് എപ്പോഴും വർക്ക് ആവണം എന്നില്ല. അപ്പം എന്ന് വെച്ചാൽ അതിന്റെ ടെക്നിക്കൽ പ്രോബ്ലം അല്ല, ഒരു സൂപ്പർവൈസ്ഡ് ഏരിയയിൽ വർക്ക് ചെയ്യുന്നത് പോലെയല്ല അൺസൂപ്പർവൈസ്ഡ് ആയിട്ട് പോകുന്നത്. അപ്പം അത് അവരുടെ റുട്ടീനിൽ ഫിറ്റ് ആവുന്നുണ്ടോ, അവർക്കത് മന്ത്ലി അതിന്റെ സബ്സ്ക്രിപ്ഷൻ കോസ്റ്റ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണോ, അതിനെന്തെങ്കിലും സ്പെഷ്യൽ റിക്വയർമെന്റ്സ് വേണോ, ഈ ഒരു ടച്ച് പോയിന്റ്സ് എല്ലാം കവേർഡ് ആയിരിക്കണം. ഇതിനൊക്കെ പുറമെ ഇത് ചിലപ്പോൾ ഇന്റർനെറ്റ് ഇല്ലാതെ ഇത് വർക്ക് ആവുമോ, എക്സസൈസസ് ഒക്കെ മുമ്പേ ഡൗൺലോഡ് ചെയ്യണം. അപ്പം ഇറ്റ് ഷുഡ് ബി സംതിങ് വിച്ച് ഇസ് ഡിസൈൻഡ് ഫോർ റിയൽ ഡേ ടു ഡേ ലൈഫ് റാദർ ദാൻ സംതിങ് വിച്ച് എന്താ പറയുന്നത് നമ്മുടെ ക്ലിനിക്കിൽ വർക്ക് ആവുന്നതും ഒരു റിയൽ വേൾഡ് ഇഷ്യൂസിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇത് ബിൽഡ് ചെയ്തിട്ട് കാര്യമില്ല. ദീസ് ആർ ബേസിക് തിങ്സ്, ബട്ട് ദീസ് ആർ ഓൾ തിങ്സ് യു ഷുഡ് കൺസിഡർ വെൻ യു ആർ ബിൽഡിംഗ് ഇറ്റ്. ആൻഡ് അപ്പം സി വാട്ട് ഐ എം ട്രൈങ് ടു ടെൽ യു ഹിയർ ഇസ്, ഈ ഒരു ഇന്റഗ്രേഷൻ ഇസ് ആക്ച്വലി വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ഒരു വലിയൊരു പ്രോബ്ലത്തിന് 1.5 ബില്യൺ ആൾക്കാരിൽ 80% പേർക്കും ആക്സസ് ഇല്ലാത്ത ഈ ഒരു പ്രോബ്ലത്തിന് നിങ്ങളിൽ ഓരോരുത്തർക്കായിരിക്കും ചിലപ്പോൾ സോൾവ് ചെയ്യാനുള്ള ഒരു ഐഡിയ കിട്ടുക. ആൻഡ് ദാറ്റ് ഇസ് സംതിങ് വിച്ച് വിൽ ആക്ച്വലി ചേഞ്ച് ദ ലൈഫ് ഓഫ് എ ലോട്ട് ഓഫ് പീപ്പിൾ. അപ്പം എന്റെ കാഴ്ചയിൽ എനിക്ക് ചോദിക്കാനുള്ളത്, ഹൗ ഡു യു തിങ്ക് യു ക്യാൻ ചേഞ്ച് പെയിൻ ബിലീവ്സ് അറ്റ് എ സ്കെയിൽ? അതായത് ഈ ഒരു ഡീപ്ലി ബ്രെയിനിൽ ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു ബിലീഫ് സിസ്റ്റത്തിനെ മാറ്റാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പം ഹൗ ക്യാൻ യു മേക്ക് തെറാപ്പി എ ബിറ്റ് മോർ ഇന്റലിജന്റ് ആൻഡ് എ ബിറ്റ് മോർ അഡാപ്റ്റീവ് ഫോർ പീപ്പിൾ? അപ്പം ഈ ചോദ്യങ്ങളെല്ലാമാണ്. ആൻഡ് ഈ ഒരു ബിസിനസ് മോഡൽ ഷുഡന്റ് ബി ജസ്റ്റ് ടു മേക്ക് യു റിച്ച്, ഇറ്റ് ഷുഡ് ബി ഓൾസോ ഫോർ പീപ്പിൾ ഹു കാണ്ട് അഫോർഡ് ക്ലിനിക്സ്, അല്ലെ? അപ്പം അതിന്റെ ഒരു ഹ്യൂമാനിറ്റേറിയൻ ആസ്പെക്റ്റിലും, ബിക്കോസ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ പ്രോബ്ലി ഹാർഡസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. കാര്യം പെയിൻ മാനേജ്മെന്റ് ഓൾറെഡി സോൾവ്ഡ് ആണ് ഒരു പരിധി വരെ, ബട്ട് അത് ഒരു സോഷ്യൽ ഇമ്പാക്റ്റും കൂടെ ഉണ്ടാക്കുന്ന രീതിയിൽ എങ്ങനെ വർക്കപ്പ് ചെയ്യാം എന്നുള്ളത് ചിന്തിക്കുക എന്നുള്ള ഉത്തരവാദിത്വം കൂടെ നിങ്ങളുടെ സോഷ്യൽ ഓൺടർപ്രീനേഴ്സിന് ഉണ്ടല്ലോ. സോ ഈ ഒരു ക്വസ്റ്റ്യൻസിൽ ഐ തിങ്ക് ഐ എം ഗോണ ജസ്റ്റ് വൈൻഡ് അപ്പ് ദ സെഷൻ. സോ ദിസ് ഇസ് വേർ യു ആക്ച്വലി ക്യാൻ തിങ്ക് അബൌട്ട് ഹൗ യു ക്യാൻ റിയലി വർക്ക് വിത്ത് ദിസ്. അപ്പം ബേസിക്കലി ഈ ഒരു പെയിൻ ബിലീഫിനെ നിങ്ങൾക്ക് എങ്ങനെ വർക്കപ്പ് ചെയ്യാം എന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത്. ആൻഡ് ഹൗ യു ക്യാൻ പ്രൊസീഡ് ഫോർവേഡ് ഫ്രം ദർ. അപ്പം now I think I'm done with this. I'm going to wind this up now. So I'm open to questions and you can always reach out to me. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പൊ എന്റെ ജനറേഷൻ ഗ്യാപ്പ് വിട്ട് മുമ്പോട്ട് വരാൻ ശ്രമിക്കുന്ന ആളാണ്. Nandan_physio എന്നാണ് എന്റെ ഹാൻഡില്. So any questions, anything, you can always reach out to me through the Stride platform or
through my Instagram handle. So I'm ready to take questions. Ramita, you can have the table now. Thank you so much, sir, for the insightful session. It was truly informative. We will now move into a Q&A session. Participants may raise their hands or post questions in the chat box. Participants can ask questions or doubts. Hello, sir. Am I audible? Yes, you are. Sir, I'm Ligia, Providence College assistant professor Department of Psychology. Good evening. Good evening, sir. ഇപ്പോൾ സാറ് കേസ് പറഞ്ഞ ഒരു കേസ് സ്റ്റഡീൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൽ എനിക്ക് ഒരു ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ പെയിൻ ത്രഷോൾഡ് എന്ന് പറഞ്ഞൊരു കാര്യം നമ്മൾ പഠിപ്പിക്കുമല്ലോ, സെൻസേഷനിൽ ഡിഫറെൻറ്റ് പീപ്പിളിന് ഡിഫറെൻറ്റ് ത്രഷോൾഡ് ലെവലായിരിക്കും. സോ ഈ ഒരു ആപ്പ് എന്നൊക്കെ പറയുമ്പം ഒരു യൂണിഫോം ആയിട്ട് അല്ലെങ്കിൽ എല്ലാ ആൾക്കാരെയും ഒരുപോലെ അഡ്രസ്സ് ചെയ്യാൻ നമുക്ക് പറ്റാത്തതിന്റെ ഒരു കാര്യം ഈ ത്രഷോൾഡിലുള്ള ഡിഫറൻസ് ആയിരിക്കില്ലേ? ബിക്കോസ് ചില ആൾക്കാർക്ക് ഇപ്പം അല്ല മാഡം, ഇതിപ്പോ നമുക്ക് ഇപ്പം എന്റെ കാലിൽ ഒരു മുള്ളു കുത്തിയാൽ എനിക്ക് ഔട്ട് ഓഫ് 10 എനിക്ക് വേദന സഹിക്കാൻ പറ്റാത്ത ആളാണ്, എനിക്ക് 9 ആയിരിക്കും. പക്ഷെ എന്റെ ബ്രദറിനാണെങ്കിൽ മുള്ളു കുത്തി കഴിഞ്ഞാൽ അവൻ അതെടുത്ത് കളഞ്ഞിട്ട് കൂളായിട്ടിരിക്കും. അവന് പെയിൻ ത്രഷോൾഡ് വെച്ച് നോക്കുമ്പോൾ 2 ആയിരിക്കും. സോ ഈ ന്യൂമറിക് പെയിൻ റേറ്റിംഗ് സ്കെയിൽ പോലത്തെ ടൂൾസിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻഡിവിജ്വലൈസ്ഡ്. കാര്യം പേഷ്യന്റ് റിപ്പോർട്ടഡ് അല്ലേ അവിടുത്തെ പെയിൻ ലെവല്. അപ്പം ഏതൊരു ആപ്പ് എടുത്താലും ഹൗ ആർ യു ഫീലിംഗ് ടുഡേ, വാട്ട് ഈസ് യുവർ പെയിൻ ലെവൽ ടുഡേ എന്ന് ചോദിക്കുമ്പോൾ അത് ഔട്ട് ഓഫ് 10 ആ പർട്ടിക്കുലർ ഇൻഡിവിജ്വൽ എന്ത് ഫീൽ ചെയ്യുന്നല്ലേ അവിടെ റെക്കോർഡ് ആവുന്നുള്ളൂ. അപ്പൊ അവിടെ ഒരു ജനറിക് ഇത് വരുന്നില്ലല്ലോ. ആപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് അല്ല, അതെ, ഇപ്പം ഏതൊരു സിനാറിയിൽ നമ്മളിപ്പം ഒരു എന്റെ അടുത്ത് വരുന്ന ഒരു പേഷ്യന്റിനെ അസസ് ചെയ്യുമ്പോൾ ഞാൻ ആദ്യം ചോദിക്കുന്നത് എന്നിപ്പോ 10 എത്രയുണ്ട് പെയിൻ. 10 എന്ന് പറയുന്നത് വേഴ്സ്റ്റ് പെയിൻ, 0 എന്ന് പറഞ്ഞാൽ വേദനയില്ല. അപ്പൊ ഔട്ട് ഓഫ് 10 എത്രയുണ്ട്? അപ്പം ദേ ആർ നോട്ട് കമ്പയറിംഗ് ദെയർ പെയിൻ ടു എനിബഡി എൽസ്. ഈ വേദന എന്റെ ഹസ്ബൻഡിന് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പുള്ളി കൂളായിട്ടിരിക്കും, പക്ഷെ എനിക്ക് അങ്ങനെയല്ലല്ലോ നമ്മൾ ചോദിക്കുന്നത്. നമ്മൾ എപ്പോഴും അസസ് ചെയ്യുന്നത് അവരുടെ ഇൻഡിവിജ്വൽ ഇതാണ്. ഇന്നലെ എനിക്കൊരു 7 ഉണ്ടായിരുന്നു, ഇന്നലെ പക്ഷെ വലിയ കുഴപ്പമില്ലായിരുന്നു. ഇന്നിപ്പം എനിക്ക് 9 ഔട്ട് ഓഫ് 10 ഉണ്ട്, എനിക്ക് ഒട്ടും പറ്റുന്നില്ല എന്ന് ചിലർ പറയാറുണ്ട്. സോ അവരുടെ ഒരു പെർസെപ്ഷൻ അല്ലേ അവരെപ്പോഴും പറയുള്ളൂ. ഔട്ട് ഓഫ് 10 ഒരു സ്കോർ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു കമ്പാരിസൺ അവിടെ ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് ഇൻഡിവിജ്വലൈസ് ചെയ്യാൻ പറ്റും എന്നാണ് എന്റെ അണ്ടർസ്റ്റാൻഡിങ്. അല്ല സാർ, അന്ന് സ്ട്രെസ് ഉള്ളത് കൊണ്ട് കൂടുതലായിട്ട് ഫീൽ ചെയ്തു എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ബിക്കോസ് നമ്മള് ഒരു ഇൻഡിവിജ്വലിന് തന്നെ പല സമയത്ത് പല വേരിയേഷൻസ് ഉണ്ടാവുമല്ലോ. 100%. അത് പലപ്പോഴും പേഷ്യൻസ് മനസ്സിലാക്കാറില്ല. ഇപ്പം ഓഫീസ് ഗോവർ ആയിട്ടുള്ള ഒരു പേഷ്യന്റ് നമ്മുടെ അടുത്ത് വരുമ്പം എനിക്ക് പെയിൻ, ഇന്നലെ ബാക്ക് ടു ബാക്ക് കോൾസ് ഉണ്ടായിരുന്നു, ഒരുപാട് സ്ട്രെയിൻ ഉണ്ടായിരുന്നു, ഇന്നലെ നല്ല വേദനയും ഉണ്ടായിരുന്നു എന്നവര് പറയുമ്പോ അവരുടെ സ്ട്രെസ്സിനെയോ സ്ട്രെയിനെയോ വേദനയോ കോൺട്രിബ്യൂട്ടർ ആയിട്ട് പലപ്പോഴും പറയാറില്ല. അതൊരു സെപ്പറേറ്റ് എൻറ്റിറ്റി. എനിക്ക് ഡിസ്ക് പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഇത്രയും വേദനയുള്ളത് എന്നുള്ളതാണ്. അപ്പം ഒരു സ്ട്രെസ്ഫുൾ ഡേയില് ഇറ്റ് ഈസ് ഓക്കെ ടു ഫീൽ പെയിൻ ബിക്കോസ് ഇറ്റ് ഈസ് നോർമൽ. ഇപ്പൊ നമ്മൾ ഫ്രണ്ട്സുമായിട്ട് റിലാക്സ് ചെയ്തിരിക്കുന്ന ദിവസം നമുക്ക് അത്രയും പെയിൻ ഉണ്ടാവില്ല. ആ ഒരു ഡിഫറൻസിയേഷൻ എന്ന് പറയുന്ന ആ ഒരു പെയിൻ എഡ്യൂക്കേഷൻ പലർക്കും ഇല്ല. സ്ട്രെസ് ഇസ് എ കോൺട്രിബ്യൂട്ടർ ടു പെയിൻ എന്നുള്ളത് ഒരു സത്യമല്ലേ. അപ്പം അത് മനസ്സിലാക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. പല പേഷ്യൻസും ആ ഒരു എന്താ പറയുന്ന ആ ഒരു കണക്ഷൻ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ച്. സോ ദാറ്റ് ഇസ് വെയർ വി ഇന്റർവീൻ വിത്ത് പെയിൻ എഡ്യൂക്കേഷൻ. ഐ ഹോപ്പ് ഈ ഒരു പെർസ്പെക്റ്റീവിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. സൈക്കോളജീന്റെ എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിലൊക്കെ ഇപ്പം എത്രയൊക്കെ ഉണ്ടെങ്കിലും മെന്റൽ ഹെൽത്ത് ലിറ്ററസി എന്ന് പറയുന്നത് വളരെ കുറവ് തന്നെയാണ്. സോ ദാറ്റ്സ് വൈ ഇപ്പോഴും ഒരു ഫിസിയോളജിക്കൽ ആയിട്ടുള്ള പ്രോബ്ലത്തിന് സൈക്കോളജിക്കൽ കോറിലേറ്റ്സ് ഉണ്ടെന്നുള്ളത് പലപ്പോഴും അങ്ങനെ അത് കൺസിഡർ ചെയ്യുന്നേ ഇല്ല. യൂഷ്വലി നമ്മളുടെ ഒരു സൈക്കോളജിസ്റ്റിനെ കാണണമെന്നോ അല്ലെങ്കിൽ ചില ഒരു ഫിസിയോളജിക്കൽ റീസൺ ഇല്ലാഞ്ഞിട്ടും ഇങ്ങനത്തെ ഫിസിയോളജിക്കൽ സിംറ്റംസിന് ഒരു സൈക്കോളജിക്കൽ കോറിലേറ്റ്സ് ഉണ്ടാവുന്നോ
ഒന്നും ആരും കൺസിഡർ ചെയ്യുന്നില്ല ഇപ്പോഴും. സോ അങ്ങനെ കൺസിഡർ ചെയ്യുന്ന ആൾക്കാരും അതിനെ പുച്ഛിക്കുകയാണ് ചെയ്യുന്നത്. അതൊരു സൈക്കോസൊമാറ്റിക് പെയിൻ, അതിന് നമ്മളൊന്നും ചെയ്തിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് പേഷ്യന്റെ മൈൻഡ് സെറ്റിനെ അഡ്രസ് ചെയ്യാതെ വിടാറാണ് പലപ്പോഴും ഉള്ളത്. സൈക്കോസൊമാറ്റിക് എന്ന് പറഞ്ഞിട്ട് ഒരു കളിയാക്കൽ പോലെ ഒരു വാക്കാണ് ഇപ്പൊ പലരും യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഹാസ് ടു ചേഞ്ച്. അത് ആ ഒരു ലിറ്ററസി ഇല്ലായ്മ, എന്താ പറയാ, ഞങ്ങളുടെ ഫീൽഡ് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഡിഫിക്കൽട്ടി ആയിട്ട് ഞങ്ങൾക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. ബിക്കോസ് പല സ്ഥലത്തും നമ്മൾ ഇന്റർവീൻ ചെയ്യാൻ ശ്രമിക്കുമ്പോഴും സൈക്കോളജിസ്റ്റിന്റെ എപ്പോഴും ഒരു സെക്കൻഡറി ആയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു രീതിയിലാണ് അതിനെ അപ്രോച്ച് ചെയ്യുന്നത്. സോ ആ ഒരു ലിമിറ്റേഷൻ നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട് ഈ ഒരു ഫിസിയോളജിക്കൽ ആയിട്ടുള്ള. പിന്നെ എൻ്റെ റിസർച്ചിന്റെ സമയത്ത് തന്നെ ഞാൻ ഇൻഫെർട്ടിലിറ്റിയിൽ ഒരു സ്റ്റഡി നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് കണ്ടിട്ടുണ്ടായിരുന്നത് ഒരുപാട് കപ്പിളിന് ഫിസിയോളജിക്കൽ റീസൺസ് ഒന്നുമില്ല, ഈവൻ ദെൻ ദേ ആർ ഗോയിങ് ഫോർ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ്. എന്ത് ട്രീറ്റ്മെന്റാ ചെയ്യുന്നത് ദേ ഡോണ്ട് നോ. സോ എന്നിട്ടും അവരൊരു സൈക്കോളജിസ്റ്റിന്റെ ഇമ്പോർട്ടൻസോ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ ഒരു ഇൻഫെർട്ടിലിറ്റി സെന്ററിൽ അപ്പോയിന്റ് ചെയ്യുന്നതിൻ്റെതോ ആയിട്ടുള്ള ഒരു തരത്തിലുള്ള രീതിയിലും ആരും ചിന്തിച്ചിട്ടില്ല. അപ്പൊ നമ്മളത് എപ്പോ ചോദിക്കുമ്പോഴും ഇതിനെ രണ്ടായിട്ട് കാണുന്നതാണ് ഇവിടുത്തെ പ്രോബ്ലം. ദാറ്റ് ഈസ് എക്സാക്ട്ലി വാട്ട് ഐ വാണ്ട് ടുഡേ സ്റ്റുഡൻസ് ടു അഡ്രസ്. ബിക്കോസ് ഈ ഒരു ഇഷ്യൂവിനെ അഡ്രസ് ചെയ്യാൻ കാര്യം പെയിനും സ്ട്രെസ്സും അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റിയും സ്ട്രെസ്സും രണ്ടാണ്. പല പേഷ്യൻസിനും ഇൻഫെർട്ടിലിറ്റി എന്നുള്ളൊരു ടേം വന്നു കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ വി ആർ ഡൂയിങ് സംതിങ് അബൌട്ട് ഇറ്റ് എന്നുള്ളതാണ് അവർക്ക് കിട്ടുന്ന ആശ്വാസം. അതും അവർക്ക് സ്ട്രെസ്ഫുൾ ആണ്. ഇപ്പം 1-2 സൈക്കിൾ ഓഫ് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് കഴിഞ്ഞു, എന്നിട്ടും വർക്ക് ആവുന്നില്ല. അപ്പോഴും അവരത് വർക്ക് ആവുന്നില്ല. പിന്നെ ഇപ്പൊ കുറെ കൂടെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഇതിനെപ്പറ്റി കൂടുതൽ അന്വേഷിച്ച് വരുമ്പോൾ ഒരു സൈക്കോളജിക്കൽ കൗൺസിലിംഗ് വേണം, കപ്പിൾസ് കൗൺസിലിംഗ് വേണം, ഒരു അങ്ങനത്തെ കുറെ ഇഷ്യൂസ് പറയുന്നുണ്ട്. നമ്മൾ ഇവിടെ കുട്ടികൾക്ക് അങ്ങനെ ഒരു അവയർനെസ് എപ്പോഴും കൊടുക്കാറുണ്ട്. അവര് നമ്മുടെ ഒരു സൈക്കോളജിക്കൽ കോറിലേറ്റ്സിനെയൊക്കെ പറ്റിയിട്ട് നമ്മുടെ സൈക്കോളജി സ്റ്റുഡൻസ് ടു എൻ എക്സ്റ്റെന്റ് അവെയർ ആണ് ഇതിനെ പറ്റിയിട്ട്. എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള ഒരു മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ള ഒരു അപ്രോച്ചിലേക്ക് നമ്മൾ മാറിയാൽ മാത്രമാണ് ഇത് ഒരുമിച്ച് രീതിയിലേക്ക് ആ ഒരു ഡെസിഗ്നേഷൻ വരണമെങ്കിൽ ഒന്ന് ഒരു സൊസൈറ്റിയിൽ ചേഞ്ച് വരണം. അതിപ്പോ ഒരു മെഡിക്കൽ സെക്ടറിൽ നിന്ന് വരാൻ കാത്തിരുന്ന നമ്മളെല്ലാവരും ഒരുപാട് നാൾ കാത്തിരിക്കേണ്ടി വരും. പക്ഷെ ഈ ഒരു ആക്സസ് നമുക്ക് പേഷ്യൻസിലേക്ക് എത്തിപ്പെടാൻ പറ്റിക്കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ ഒരുപാട് ആപ്സ് ഇതിനെ ബേസ് ചെയ്ത് കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പിയും ACTയും ഒക്കെ വെച്ച് ആപ്സ് വരുന്നുണ്ട്. പക്ഷെ അതൊന്നും പ്രോപ്പർലി ടെസ്റ്റിങ്ങോ കാര്യങ്ങളോ കുറെ ഇഷ്യൂസ് അതിലും ഒക്കെ വരുന്നുണ്ട്. പലരും ഇത് 2 ദിവസം യൂസ് ചെയ്തിട്ട് കളഞ്ഞിട്ട് പോവാറുമുണ്ട്. കാര്യം അവരെ ഹുക്ക് ചെയ്യാനുള്ളതൊന്നും അതിൽ പലയിടത്തും കണ്ടിട്ടില്ല. അങ്ങനെ നല്ലൊരു ആപ്പ് ഞാൻ കണ്ടിട്ടില്ല. ഇറ്റ് കുഡ് ബി ദയർ. ഞാനൊരു ക്വസ്റ്റ്യൻ അഡ്രസ് ചെയ്തോട്ടെ മാഡം. ഈ പെയിൻ ഇസ് എ സിംപ്റ്റം ഓഫ് സം മാൽഫങ്ഷൻ ഓഫ് ദ ബോഡി. സോ ഈസ് ഇറ്റ് നോട്ട് ദിസ് മാൽഫങ്ഷൻ വിച്ച് ഹാസ് ടു ബി ഇൻവെസ്റ്റിഗേറ്റഡ് ഫസ്റ്റ് if we go for pain therapy? Absolutely. ഒരു രോഗി നമ്മുടെ ഹോസ്പിറ്റലിൽ വരുമ്പോൾ ഡെഫിനറ്റ്ലി പെയിൻ ഒരു മാൽഫങ്ഷനോ അല്ലെങ്കിൽ ഒരു പെത്തോളജിയോ എന്തെങ്കിലും ഉണ്ടാവും. അത് ഇല്ല, ഇതെല്ലാം നമ്മുടെ മൈൻഡിലാണ് എന്നുള്ളതല്ല ഞാനിവിടെ റീഅഫേം ചെയ്യുന്നത്. what I'm trying to make them understand is ബാക്ക് പെയിൻ ഉള്ള ഒരാളുടെ എക്സ്റേ MRI ഞാൻ ആ സ്റ്റഡിയിൽ പറഞ്ഞതുപോലെ എടുത്ത് നോക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഒരു കുഴപ്പവും കാണില്ലായിരിക്കും. ചിലപ്പോൾ ഒരു മസിൽ ക്യാച്ച് ആയിരിക്കും, അതൊരു MRIയിലോ ഇതിലോ ഫീൽ ആവില്ല. പക്ഷേ പേഷ്യന്റിന് എല്ലാ നടുവേദനയിലും കാലിലോട്ട് റേഡിയേറ്റിംഗ് പെയിൻ ഉണ്ടാവില്ല. പക്ഷെ ഒരു പേഷ്യന്റ് റേഡിയേറ്റിംഗ് പെയിൻ ഉള്ള ഒരു നടുവേദന ഉള്ള ഒരാൾ ഗൂഗിൾ ചെയ്യുമ്പം ഡിസ്ക് പ്രൊലാപ്സ് ആണ് അതിന്റെ റീസൺ എന്നോ എന്തെങ്കിലും ഗൂഗിളിൽ കാണും. ഉടനെ അവർ വിചാരിക്കുന്നത് ഓക്കെ എന്റെ ഡിസ്ക് അടിച്ചു പോയി, ഇനിയിപ്പം എനിക്ക് മുമ്പോട്ട് പോകാൻ പാടാണ്, എനിക്ക് ഡിസ്കിന് ട്രീറ്റ്മെന്റ് വേണം. ചിലപ്പം അവർക്ക് ഡിസ്കിന്റെ തന്നെയാണ് റേഡിയേറ്റിംഗ് പെയിൻ വരണം എന്ന് ഒരു റീസണും ഇല്ല. അത് ക്ലിനിക്കലി എക്സാമിൻ ചെയ്താലേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഈ ബാക്ക് പെയിൻ അല്ലെങ്കിൽ ഈ ഒരു ഷോൾഡർ പെയിനോ നെക്ക് പെയിനോ ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് അവര് വെച്ചേക്കുന്ന ബിലീഫ് സിസ്റ്റംസ്, അവര് വെച്ചേക്കുന്ന എന്താ പറയുന്ന കുറെ ട്രസ്റ്റ് ഇഷ്യൂസ്, പാസ്റ്റ് ട്രോമാസ്, ഇതെല്ലാം അവരുടെ പെയിൻ റിലീഫിനെ ഗൈഡ് ചെയ്യുന്നു. നടുവേദന ഡിസ്ക് ഉണ്ട്, എന്റെ പാരന്റ്സിന് അതുണ്ടായിരുന്നു, അത് ഒരു കാലത്ത് മാറത്തില്ല, വയസ്സാവുന്നത് വരെ ഇതും വെച്ച് നടക്കണം, എനിക്ക് എന്റെ ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റില്ല, എനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റില്ല. ഇതാണ് അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ എഫക്ട് ചെയ്യുന്ന കാര്യങ്ങൾ. ഇതാണ് നമുക്ക് ഒരു പെയിൻ സിസ്റ്റത്തിനെ വെച്ച് അഡ്രസ് ചെയ്യണം എന്ന് പറയുന്നത്. സോ ആ ഒരു ട്രീറ്റ്മെന്റ് പാർട്ട് ഷുഡ് ബി ദർ, ബട്ട് ഇറ്റ് ഷുഡ് ബി ക്ലോസ്ലി ടൈഡ് വിത്ത് എഡ്യൂക്കേറ്റിംഗ് ദം അബൌട്ട് പെയിൻ. Pain could be, you have mentioned ortho-related pain, but pain could be originating in other
organs or parts of the body. Don't we need to differentiate this? തീർച്ചയായിട്ടും ഈ ഒരു ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് തിങ് ഇസ് ഒരു ഡെഫിനറ്റ്ലി പെയിൻ ഉള്ള ഒരാള് അവരുടെ ഫസ്റ്റ് സ്റ്റോപ്പ് പലപ്പോഴും കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ ഒരു ക്ലിനീഷ്യന്റെ അടുത്തോട്ടോ ആയിരിക്കും. അതിന് ഇപ്പൊ ഒരു വയറുവേദനയായിട്ട് വരുന്നു, അതൊരു അപ്പൻഡിസൈറ്റിസ് ആണോ അല്ലെങ്കിൽ ഒരു ഗാൽ ബ്ലാഡർ ആണോ എന്നൊക്കെ ഡോക്ടേഴ്സ് അസസ് ചെയ്തിട്ടായിരിക്കാം അവരെ നമ്മൾ അടുത്ത ലെവലിലോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പൊ എന്റെ അടുത്ത് വരുന്ന ഒരു പേഷ്യന്റ് ചിലപ്പം ഒരു സ്പൈൻ ഡോക്ടറിന് എന്തെങ്കിലും കണ്ടിട്ട് വരുമ്പോ എക്സ്റേ എടുത്തിട്ട് റെഡ് ഫ്ലാഗ്സ് എന്തെങ്കിലും ഉണ്ടോ, അവർക്ക് വല്ല സ്പൈനൽ ഫ്രാക്ചേഴ്സോ അല്ലെങ്കിൽ സ്പൈൻ ട്രോമയോ അല്ലെങ്കിൽ സിവിയർ ആയിട്ടുള്ള സ്പൈനൽ പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ സ്ക്രീൻ ചെയ്തതിന് ശേഷമുള്ള പാർട്ടാണ്. അതാ ഇപ്പൊ ഫോർ എക്സാമ്പിൾ താഴെ വീണിട്ട് വരുന്ന ഒരാളാണ്, എക്സ്റേ എടുക്കുമ്പോൾ ചെറിയൊരു പൊട്ടലുണ്ട്. അപ്പം ആ ഒരാളെ പിടിച്ച് നമ്മൾ പെയിൻ കൗൺസിലിംഗ് എല്ലാം അവിടെയാണ് കൊടുക്കേണ്ടത്. അവിടെ ആദ്യം നമ്മൾ ട്രീറ്റ്മെന്റ് തന്നെയാണ് കൊടുക്കുന്നത്. പക്ഷെ റീഹാബിലിറ്റേഷൻ ഡസന്റ് എൻഡ് ദെയർ. നമുക്ക് പെയിൻ മാനേജ് ചെയ്യാന്ന് പറയുന്നത് ഇപ്പം എന്റെ ഒരു ബേസിക് ഫിലോസഫി ഒരാൾ പെയിൻ മാനേജ്മെന്റിന് വരുമ്പോൾ അയാളുടെ വേദന മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ എന്റെ ജോലി അവിടെ തീരുന്നില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അയാളുടെ റിട്ടേൺ ടു ലൈഫ്, ടു മേക്ക് ഷുവർ ദാറ്റ് ഹി ഓർ ഷീ എൻജോയ്സ് ലൈഫ് ടു ദ ഫുള്ളസ്റ്റ്. ട്രീറ്റ്മെന്റ് എടുത്ത് ബെഡ് റെസ്റ്റ് ചെയ്യാനാണെങ്കിൽ ഈ കാശ് മുടക്കി എന്തിനാ ട്രീറ്റ്മെന്റ് എടുക്കുന്നത്? ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് മല കയറണമെങ്കിൽ മല കയറണം, അല്ലെങ്കിൽ തലകുത്തി മറിയണമെങ്കിൽ അത് ചെയ്യാൻ പറ്റണം. ആ അച്ചീവ്മെന്റ് എത്തുമ്പോൾ മാത്രമല്ലേ റീഹാബിലിറ്റേഷൻ സക്സസ്ഫുൾ ആവുന്നുള്ളൂ. അല്ലാതെ വേദന മാറി ഇനി വെയിറ്റ് ഒന്നും എടുക്കുന്നില്ല, സ്വന്തം കുട്ടിയെ എടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇത് ട്രാവൽ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് റെസ്ട്രിക്റ്റീവ് ആയിട്ടൊരു ട്രീറ്റ്മെന്റ് എടുക്കുന്നത് ഇറ്റ്സ് എ വേസ്റ്റ് ഓഫ് ടൈം ആൻഡ് മണി. ഇറ്റ് ഷുഡ് ബി അബൌട്ട് ലീവിങ് ലൈഫ് ടു ദ ഫുള്ളസ്റ്റ് അല്ലേ? അതിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന് ഈ ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടും എല്ലാം ആവശ്യമാണ്, റീഅഷ്യൂറൻസ് ആവശ്യമാണ്, മോട്ടിവേഷൻ ആവശ്യമാണ്. ഐ ഹോപ്പ് ദാറ്റ് അഡ്രസ്സസ് ദ ക്വസ്റ്റ്യൻ. Anybody else? I hope no. So thank you everyone for your question and participation. I think there is one more question in the chat box. Ethical concerns with AI predicting pain levels like bias and data sets or patient and yes. See, fantastic question by the way. See, നമ്മള് പുറത്തുള്ള കുറെ കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി ടൂൾസും കാര്യങ്ങളും എല്ലാം കണ്ടിട്ടുള്ളപ്പം ഇപ്പോ ഒരു ഉദാഹരണത്തിന് ഒരു പേഷ്യന്റ് ഡോക്ടറിന്റെ അടുത്ത് പോകുമ്പോൾ, ദിസ് എ സ്റ്റഡി ആക്ച്വലി പറയുന്നത് 30 സെക്കൻഡിനകം ആ പേഷ്യന്റ് സംസാരിക്കുന്നത് ഡോക്ടർ ഇന്ററപ്റ്റ് ചെയ്യും. ദാറ്റ് ഈസ് എ സ്റ്റഡി. 30 സെക്കൻഡ്സ് കഴിഞ്ഞാൽ ഡോക്ടർ ഇന്ററപ്റ്റ് ചെയ്തു, ഇത് ഇങ്ങനെയാണല്ലേ, രാവിലെ എണീക്കുമ്പോൾ നിങ്ങൾക്ക് കാലിലോട്ടും വേദനയുണ്ടോ? അങ്ങനത്തെ ലീഡിങ് ക്വസ്റ്റ്യൻസ് ചോദിക്കാതിരിക്കുക എന്നുള്ളത് ഇറ്റ് ഈസ് ബിക്കമിങ് എത്തിക്കൽ നൗഡേയ്സ്. ഇറ്റ് ഈസ് ആക്ച്വലി എ പാർട്ട് ഓഫ് എത്തിക്സ്. പല കൺട്രീസും അത് ഇംബൈബ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. യു ഷുഡ് നോട്ട് ആസ്ക് ലീഡിങ് ക്വസ്റ്റ്യൻസ് എന്നുള്ളത്. ഇപ്പം നമ്മൾ ഈ AI വെച്ച് നമ്മള് പെയിൻ ലെവൽസിന്റെ പ്രഡിക്ഷൻ ലെവലിൽ പോകുമ്പോൾ ഞാൻ നേരത്തെ ഇത് പറഞ്ഞിരുന്നു, ഇറ്റ് ഷുഡന്റ് ബി ഫിയർ മോങ്കറിങ്. ആ ഒരു സട്ടിൽ ലൈൻ ക്രോസ് ചെയ്യാൻ പാടില്ല. സോ ഇറ്റ് ഷുഡന്റ് ആക്ച്വലി എന്താ പറയുന്ന ഡിക്റ്റേറ്റ് ദെയർ ലൈഫ്സ്. അപ്പം ഹൗ ക്യാൻ യു ക്രോസ് ദാറ്റ് സട്ടിൽ ലൈൻ എന്നുള്ളതാണ് ദ റിയൽ ക്വസ്റ്റ്യൻ. അത് എങ്ങനെ നിങ്ങൾക്ക് ഇവോൾവ് ചെയ്യിക്കാൻ പറ്റും എന്നുള്ളത്. അവർക്ക് കൊടുക്കേണ്ടത് ഒരു ഉന്തല്ല, ചെറിയൊരു നഡ്ജ് മതി, തള്ളു കൊടുക്കണ്ട, ജസ്റ്റ് എ നഡ്ജ്. അതെങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇറ്റ് ഈസ് യെറ്റ് ടു കം. ഇപ്പം ഒരുപാട് സ്വഭാവ ഗുണങ്ങളുള്ള AI ഒക്കെ ഡെവലപ്പായി വരെയാണ്. അപ്പം ഒരു നാസി AI കാരനെ അല്ല നമുക്ക് ഇവിടെ ആവശ്യം. വി ഡോണ്ട് നീഡ് എൻ എക്സസൈസ് നാസി ഓർ എൻഫോഴ്സർ ഹിയർ. വി നീഡ് സംവൺ ഹു ക്യാൻ ഗൈഡ് ദം ഇൻ എ ജെന്റിൽ മാനർ എന്നുള്ളതാണ്. അപ്പം ലീഡിങ് ക്വസ്റ്റ്യൻസ് അവോയ്ഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യനെയർ പ്രിപ്പറേഷനും അതിനെ ബേസ് ചെയ്ത ഒരു പ്ലാറ്റ്ഫോം എവിടെയോ ഉണ്ട് താനും. നോട്ട് റിയലി ടു ഷുവർ അബൌട്ട് ദാറ്റ്, ബട്ട് അങ്ങനത്തെ ഗൈഡ് ലൈൻസ് ബേസ് ചെയ്ത് ഇപ്പൊ വരുന്നുണ്ട്. സോ പ്രഡിക്റ്റിംഗ് പെയിൻ ലെവൽസിനുപരി തിങ്സ് ആർ ഗെറ്റിംഗ് ഔട്ട് ഓഫ് ഹാൻഡ് എന്നുള്ളതിന് ഒരു ജെന്റൽ റിമൈൻഡർ ആയിരിക്കും അവിടെ വേണ്ടത്. ഇങ്ങനെ ഒരു സൊല്യൂഷൻ ആണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇന്നത്തെ എന്റെ ഐഡിയ വെച്ചാണ് നിങ്ങൾ ഈ പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുന്നെങ്കിൽ എന്റെ റോയൽറ്റി 10% ആണ്. Because I gave you the problem, you have to solve it. Anybody else? Sir. All right. Yes, sorry. ഇത് ഞാൻ കുറച്ച് സെനാരിയോ പോലെ ശ്രദ്ധിച്ചതെന്ന് വെച്ചുകഴിഞ്ഞാൽ, ഇപ്പൊ പെയിൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടായിട്ട് ഡോക്ടറെ അടുത്ത് പോകുന്നു.
ഡോക്ടർ അതിന്റെ കാരണം എന്താന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നു. അതിന് ചിലപ്പോൾ കാരണം ഉണ്ടാവും, മെഡിസിൻ കൊടുക്കുന്നു. ചില സമയങ്ങളിൽ ചില ആൾക്കാർക്ക് എന്താ പെയിന് മനസ്സിലാവുന്നില്ല, കുറെ കാലം അങ്ങനെ കടന്നു പോകുന്നു. പക്ഷെ ആ സമയം ഈ ഒരു പെയിൻ ഉണ്ട് എന്ന് പറയുന്ന ആള് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡോക്ടർ അല്ലേ ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് അല്ലെങ്കിൽ പെയിൻ തെറാപ്പി എന്ന് പറഞ്ഞ് സജസ്റ്റ് ചെയ്ത് വിടാൻ പറ്റിയ ഒരു നല്ലൊരു ഇത്. തീർച്ചയായിട്ടും. പക്ഷേ പക്ഷെ അത് നടക്കുന്നു. നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ടിപ്പിക്കൽ ഓർത്തോ ഹോസ്പിറ്റലിൽ എടുത്തു കഴിഞ്ഞാൽ ഒരു ആവറേജ് ഓർത്തോപെഡീഷ്യൻ കാണുന്ന പേഷ്യന്റ് എന്ന് പറയുന്നത് ഒരു ദിവസം ഒരു നല്ലൊരു ഓർത്തോപെഡീഷ്യൻ ആണെങ്കിൽ ഒരു 50 to 60 പേഷ്യൻസ് ഇൻ എ സ്പാൻ ഓഫ് 4 hours ആണ്. ഓക്കെ, ഒരു ഓർത്തോ സിനാരിയോ ആണ് ഞാൻ പറയുന്നത്. ഈ ഓർത്തോപെഡീഷ്യൻ എന്ന് പറയുന്നത് ഓർത്തോപെഡിക് മെഡിസിൻ അല്ല പ്രാക്ടീസ് ചെയ്യുന്നത്, ഓർത്തോപെഡിക് സർജൻ ആണ്. ഇതാണ് നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിലുള്ളത്. ഓർത്തോപെഡിക് സർജന്റെ അടുത്ത് ഓർത്തോപെഡിക് സർജറിക്കാണ് പേഷ്യന്റ് പോകേണ്ടത്, അല്ലെ? അപ്പം പേഷ്യൻസ് എന്താ ചെയ്യുക? ആ ഡോക്ടറാണ് എന്റെ കയ്യിലെ ഫ്രാക്ചർ ശരിയാക്കി തന്നത്, നല്ല ഡോക്ടറാണ്, പുള്ളിയെ പോയി കാണാം എന്ന് പറഞ്ഞ് ഓർത്തോപെഡിക് സർജന്റെ അടുത്ത് പോകുന്നു. പുള്ളിക്ക് ചിലപ്പം ഒരു എന്താ പറയുന്ന നടുവേദനയോ അല്ലെങ്കിൽ കാലുകഴപ്പോ എന്തെങ്കിലും ആയിരിക്കാം. അപ്പം ഓർത്തോപെഡിക് സർജൻ അതിന് സർജിക്കൽ സൊല്യൂഷൻസ് കൊടുക്കാൻ അവിടെ പറ്റില്ല. അപ്പൊ പുള്ളി എന്താ ചെയ്യുക? നല്ല ഓർത്തോപെഡീഷ്യൻസ് തീർച്ചയായിട്ടും ഒരു ഫിസിയോതെറാപ്പിയിലോട്ട് റെഫർ ചെയ്യും. ഓക്കെ, അപ്പം ഈ ഇത്രയും കോൺവെർസേഷൻ നടക്കുന്നത് 4 മുതൽ 5 മിനിറ്റിന്റെ അകത്തായിരിക്കും. ഓക്കെ, അതേസമയം ഒരു ഫിസിയോതെറാപ്പി കൺസൾട്ട് വരുമ്പോ വാട്ട് ഐ സീ ഇസ് നമുക്ക് ആ പേഷ്യന്റെ കൺസേൺസ് എടുക്കാൻ തന്നെ ഒരു 15 to 20 മിനിറ്റ്സ് അസസ്മെന്റ് തന്നെ വേണ്ടി വരും. ഓക്കെ, അപ്പം അവിടെയാണ് ഡിസിഷൻ മേക്കിംഗ്. നമ്മുടെ നാട്ടിലെ സിസ്റ്റത്തില് ആക്ച്വലി ഒരു കൺസർവേറ്റീവ് പെയിൻ മാനേജ്മെന്റ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നല്ല ഓർത്തോപീഡീഷ്യൻസ് എല്ലാവരും തന്നെ അവരുടെ ഫിസിയോതെറാപ്പിസ്റ്റിന് റെഫർ ചെയ്യും ഫോർ എ ഡീറ്റെയിൽഡ് അസസ്മെന്റ്. ആ ഫിസിയോതെറാപ്പിസ്റ്റ് ആയിരിക്കും പലപ്പോഴും ഓക്കെ ഇവർക്കൊരു ഇമോഷണൽ സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിന് റെക്കമെൻഡേഷൻ ഉണ്ട്. ഇപ്പൊ ഞാനൊക്കെ അങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. പക്ഷെ ഇതില് ഒന്നെന്ന് പറയുന്നത് ഈ ഫിസിയോതെറാപ്പി എന്ന് പറയുന്ന സാധനത്തിന് പോലും റെക്കഗ്നീഷൻ കിട്ടിയത് ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കുള്ളാണ് നമുക്കൊരു നാഷണൽ കൗൺസിലും കാര്യങ്ങളും വന്നത്. ഹെൽത്തിന്റെ കാര്യത്തിൽ നമ്മുടെ നാട്ട് മുമ്പിലാണെങ്കിലും ഇതുപോലത്തെ സെഗ്മെന്റ്സ്, അലൈഡ് ഹെൽത്ത് സെഗ്മെന്റ്സിനെയൊക്കെ റെക്കഗ്നീഷനായി വരുന്നതേ ഉള്ളൂ. അപ്പൊ ഈ ഒരു വർക്ക് പ്രാക്ടീസ് ആൻഡ് കൾച്ചർ ഡെവലപ്പ് ആവുന്നതേ ഉള്ളൂ. ഇപ്പം മുമ്പ് ഫിസിയോതെറാപ്പി എന്ന് പറഞ്ഞാൽ ഒടിവോ ചതവോ ഉള്ളവർക്ക് അല്ലെങ്കിൽ സർജറി കഴിഞ്ഞാൽ ഒരു സപ്പോർട്ട് സിസ്റ്റം എന്നുള്ള രീതിയിൽ നിന്ന് മാറി കൺസർവേറ്റീവ് ആയിട്ട് ഒരു ബാക്ക് പെയിൻ വന്നാൽ നേരിട്ട് ഇപ്പോൾ ഫിസിയോതെറാപ്പിസ്റ്റിനെ കാണാനും ട്രീറ്റ്മെന്റ് എടുക്കാനും ഉള്ള ഒരു നിയമവും കാര്യങ്ങളും ഒക്കെ വന്നിട്ട് അധികം വർഷങ്ങളായിട്ടില്ല. അപ്പം ദ സൊസൈറ്റി ആൻഡ് ദ ഹെൽത്ത് കെയർ സിസ്റ്റം ഇസ് ചേഞ്ചിങ്. തലവേദനയുള്ള ഒരാള് ആദ്യമായിട്ട് വരുന്ന തലവേദനയ്ക്ക് ഒരിക്കലും ഒരു ന്യൂറോ സർജന്റെ അടുത്ത് പോവില്ലല്ലോ, അല്ലെ? അപ്പം ആ ഒരു കൾച്ചർ പേഷ്യൻസിലും ഡോക്ടേഴ്സിലും മാറി വരുന്നതേ ഉള്ളൂ. ഫിസിയോതെറാപ്പിയെ പറ്റിയുള്ള അവയർനെസ് പോലും ആയി വരുന്നതേ ഉള്ളൂ ഇപ്പോഴും. സോ എന്തിനാ ഫിസിയോതെറാപ്പി എന്നുള്ള ക്വസ്റ്റ്യൻ പലയിടത്തും ഞാൻ കാണാറുണ്ട്. സോ അപ്പം നമ്മുടെ ആൾക്കാരുടെ മൈൻഡ് സെറ്റ് മാറി വരിക എന്നുള്ള പ്രോസസ്സ് നടക്കുന്നതേ ഉള്ളൂ. ഇറ്റ് ഹാസ് ചേഞ്ച്ഡ് എ ലോട്ട് ഇൻ ദ ലാസ്റ്റ് 5 years ഐ വുഡ് സേ. പക്ഷെ എന്നാലും ഇനിയും അതിന് ഒരുപാട് വരാനുണ്ട്. ടൈം എടുക്കുമായിരിക്കും, വളരെയധികം ടൈം എടുക്കും. ബട്ട് അതുകൊണ്ടാണ് ഈ പേഷ്യൻസ് ഡോക്ടർ ഗൂഗിളിനെ കൂടുതൽ റിലൈ ചെയ്യുന്നത്. ഓക്കെ, ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു റിസൾട്ട് കിട്ടും. പല പേഷ്യൻസിന്റെ അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആം ഐ ഡിപ്രസ്ഡ് എന്നുള്ള ക്വസ്റ്റ്യൻ വരെ ഗൂഗിളിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, സ്വന്തം ഫ്രണ്ടിന്റെ അടുത്ത് ചോദിക്കില്ല. അത് ഭയങ്കര ഒരു അപകടമുള്ള കാര്യമല്ലേ? ആണ്, എക്സാക്ട്ലി. ദാറ്റ് ഈസ് വേർ എവറിത്തിങ് ഈസ് ഗോയിങ്. എല്ലാം ഡേഞ്ചറസ് ആണ്. അപ്പം ആ ഡേഞ്ചറിൽ നിന്ന് മാറ്റി നിർത്താൻ നിങ്ങളൊക്കെ ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്യും. യു ക്യാൻ ഡു ദാറ്റ്. ഇപ്പൊ കാം എന്നൊക്കെ പേരിലുള്ള ഒരുപാട് ആപ്സ് വന്നിട്ടുണ്ട്. കാം, പിന്നെ അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഇപ്പൊ നവഡേയ്സ്. ഡെഫിനറ്റ്ലി ദർ ഇസ് എ സ്കോപ്പ് ഫോർ ഓൾ ദീസ് തിങ്സ്. കാര്യം ആൾക്കാര് ദേ ട്രസ്റ്റ് ദെയർ മൊബൈൽ ഫോൺസ് മോർ. അത് തരുന്ന ഫ്രീഡം ബാക്കി ഡിവൈസസ് തരാറില്ല. കഴിഞ്ഞ ദിവസം എന്റെ ഹോസ്പിറ്റലിൽ വന്ന ഒരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. ഒരു പേഷ്യന്റിന് ഫിസിയോതെറാപ്പി അത്രയ്ക്ക് അങ്ങോട്ട് ശരിയായില്ല.
അപ്പോ പേഷ്യന്റിന് കുറച്ച് ഫിയർ ഉണ്ടായിരുന്നു, അത് നിങ്ങൾ അഡ്രസ് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് ഒരു മെയിൽ അയച്ചു. ഞാൻ അതിൽ ലൂപ്ഡ് ഇൻ ആയിരുന്നു, എനിക്കും ആ ഫീഡ്ബാക്ക് വന്നു. അപ്പൊ ഞാൻ വായിച്ചു നോക്കിയപ്പം അത് ചാറ്റ് GPT ഇട്ടിട്ട് ചാറ്റ് GPT എടുത്ത ഫോർമാറ്റ് അതുപോലെ കോപ്പി പേസ്റ്റ് ചെയ്ത് ഒരു കക്ഷി നമുക്ക് അയച്ചത്. അതിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയില്ല. അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇറ്റ് ഈസ് ജനറേറ്റഡ് ബൈ ചാറ്റ് GPT. കാര്യം അതിൽ വേർഡ്സും കാര്യങ്ങളും ഒക്കെ യൂസ് ചെയ്യുന്ന കണ്ടറിയാം. അപ്പൊ ഞാൻ എന്റെ മുമ്പിൽ വെച്ച് തന്നെ എന്റെ PRO ചാറ്റ് GPTയിൽ ഈ മെയിലിനെ എടുത്ത് കോപ്പി ചെയ്തിട്ട് ഡ്രാഫ്റ്റ് എ റെസ്പോൺസ് ഫോർ ദിസ് എന്ന് പറഞ്ഞിട്ട് അത് വായിച്ചു പോലും നോക്കിയില്ല. അയാൾ അത് കോപ്പി പേസ്റ്റ് ചെയ്ത് ആ കക്ഷിക്ക് തിരിച്ചയക്കുകയും ചെയ്തു. അപ്പം ഈ കമ്മ്യൂണിക്കേഷന്റെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ ഇല്യൂഷൻ ദാറ്റ് ഇറ്റ് ഹാസ് ടേക്കൺ പ്ലേസ് എന്ന് ഐ തിങ്ക് ജോർജ് ബെർണാഡ് ഷോ ആണെന്ന് തോന്നുന്നു പറഞ്ഞത്. അതാണിപ്പോ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പം ആ ഒരു വാൾ ബ്രേക്ക് ചെയ്യുക എന്നുള്ളത് ഒരു ഫിസിയോതെറാപ്പിസ്റ്റിന്, ഞാൻ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു സൈക്കോളജിയിൽ ഒരു പേപ്പറേ ഉള്ളൂ. അതിൽ നമ്മൾ അന്ന് പഠിച്ചത് കുറെ എക്സ്പോഷർ തെറാപ്പിയും കരടിയെ പേടിയുള്ള ഒരാൾ കരടിയുടെ ഒരു ബൊമ്മ ഇട്ട് കൊടുത്ത അയാളുടെ പേടി മാറ്റുക എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചത്. പക്ഷേ യുവർ ഫീൽഡ് ഹാസ് ഗ്രോൺ സോ 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 മച്ച്. നിങ്ങൾ യൂസ് ചെയ്യുന്ന സൈക്കോളജിക്കൽ ടൂൾസും അനാലിസിസും അതെല്ലാം എന്തുമാത്രം മാറി. സോ അതിനെപ്പറ്റി ഒരിക്കലും ഒരു ഫിസിയോതെറാപ്പിസ്റ്റിന് ആ ഒരു ഏരിയ നമുക്ക് ബോർഡർ ഫ്രിഞ്ച് ചെയ്യാൻ പറ്റില്ല. നമുക്ക് എന്തെങ്കിലും ഒരു ഇമോഷണൽ റെഡ് ഫ്ലാഗ് ഉള്ള പേഷ്യന്റ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു മടിയും കൂടാതെ റെഫർ ചെയ്യുക എന്നുള്ളതാണ് എപ്പോഴും നല്ലത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ നല്ല ആൾക്കാരെ കിട്ടണം. പല സാഹചര്യത്തിലും റെഫർ ചെയ്യാന്നുള്ളത് എന്താ ഞാൻ കണ്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ അടുത്ത് ഒരു പെയിൻ ആയിട്ട് ചെന്നതിനുണ്ടെങ്കിൽ ഡോക്ടർ ഓക്കെ ഞാൻ തന്നെ ഈ പെയിൻ മാറ്റണം. ചില സാഹചര്യങ്ങളിൽ അങ്ങനെ ഉണ്ടാവാറുണ്ട്. വേറൊരു ഇതിലേക്ക് അവരെ പറഞ്ഞു വിടുക. ഇപ്പൊ എനിക്കൊരു എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 വർഷത്തോളം ഞാൻ പെയിനിന് ഡോക്ടറെ കാണിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം എനിക്ക് തന്നെ തോന്നിയത് കൊണ്ട് ഞാൻ സൈക്കോളജിസ്റ്റിനെ കാണിച്ചപ്പോഴാണ് അത് അങ്ങനെ ഒരു ഇഷ്യൂ ആണെന്ന് മനസ്സിലാവുന്നത്. കാര്യം പെയിൻ എന്ന് പറയുന്നതിന് ഒരു സൊമറ്റൈസേഷൻ എന്ന് പറഞ്ഞ ഒരു ഫാക്ടർ തീർച്ചയായിട്ടും ഉണ്ട്. ബോഡിയിലേക്ക് നമ്മുടെ മെന്റൽ സ്ട്രെസ് ബോഡിയിൽ പെയിൻ ആയിട്ട് റിഫ്ലക്ട് ചെയ്യാന്ന് പറയുന്നത് വളരെ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ചില ആൾക്കാർക്ക് അതിനെ ഫൈബ്രോമയാൽജി എന്നൊക്കെ പറഞ്ഞൊരു ഓമന പേരിട്ട് വിളിക്കും. പക്ഷെ അത് എപ്പോഴും ഫൈബ്രോമയാൽജി എന്ന് പറയുന്ന ഒരു സംഭവം പോലും ആവണം എന്നില്ല. ഇറ്റ് ഈസ് ഈസി. അതായത് സൈക്കോസൊമാറ്റിക് പ്രസന്റേഷൻ ഉള്ള എല്ലാ പെയിനും ഫൈബ്രോമയാൽജി ആണെന്ന് പറയുന്ന കുറെ പേരുണ്ട്. ബിക്കോസ് ഇറ്റ് ഈസ് ഈസി. അങ്ങനെ ഒരു അംബ്രൽ ട്രീറ്റ്മെന്റ് ആക്കി കഴിഞ്ഞാൽ ഇതിന് ചികിത്സയൊന്നുമില്ല എന്ന് പറഞ്ഞു വിടും. അപ്പോഴും അവരുടെ മെന്റൽ ലെവൽസിനെ സ്ട്രെസ് ലെവൽസിനെ അഡ്രസ് ചെയ്യാനുള്ള ഒരു കൗൺസിലിംഗ് വേണം എന്നുള്ളത് പലരും ചിന്തിക്കാറില്ല. ഐ തിങ്ക് അപ്പം ലക്ഷ്മി അല്ലെ, ലക്ഷ്മിക്ക് ഇപ്പൊ അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുമായിരിക്കും. ക്ലാസ് കേട്ടപ്പോ ഞാൻ ആദ്യം ആലോചിച്ചത് അതാണ്. അപ്പൊ ഒരാളെങ്കിലും ക്ലാസ് ശ്രദ്ധിച്ചു. ഗുഡ് ടു നോ ദാറ്റ്. താങ്ക് യു. ബട്ട് ഐ ഹോപ്പ് യു ആർ ഫീലിംഗ് ബെറ്റർ. ആൻഡ് ആ ഒരു ഇന്റർവെൻഷൻ തീർച്ചയായിട്ടും ഇപ്പൊ പേഴ്സണൽ ഡീറ്റെയിൽസ് ഡൈവേർജ് ചെയ്യാൻ കംഫർട്ടബിൾ ആണെങ്കിൽ ആ ഒരു ഇന്റർവെൻഷൻ ഹെൽപ്പ് ചെയ്തോ? ഹെൽപ്പ് ചെയ്തു. പക്ഷെ അത് പിന്നീട് സൈക്കോളജിസ്റ്റ് എന്ന സൈക്കാട്രിസ്റ്റിലേക്ക് ഒക്കെ പിന്നീട് അത് ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്തേക്ക് അങ്ങനെ ഫുള്ളായിട്ട് കുറെ ഡോക്ടർമാര് ചേർന്നൊരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ച്. എക്സാക്ട്ലി. സൈക്കോളജിസ്റ്റുകളും പിന്നെ സൈക്കോളജിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൗൺസിലിങ്ങിന് അതേപോലെ ക്ലിനിക്കൽ ആയിട്ടുള്ള പിന്നെ എല്ലാരും കൂടി ചേർന്ന ഒരു അപ്രോച്ചാണ് ഹെൽപ്പ് ചെയ്തത്. എക്സാക്ട്ലി. അപ്പൊ ഈ കോംപ്രിഹെൻസീവ്നെസ്സും ഇൻക്ലൂഷനും കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ഇന്ന് എന്റെ ടോക്കിന്റെ ഒരു ഉദ്ദേശവും. സോ യു ആർ എ സ്റ്റാൻഡിങ് ടെസ്റ്റിമോണി ടു ദാറ്റ്. ആ ഒരു ഇൻക്ലൂഷൻ കൊണ്ടുവരാനാണ് സംസാരിക്കുന്നത്. അപ്പം അതിനാണ് ഞാനിപ്പോ ഈ മസ്കുലോസ്കെൽറ്റൽ ലെവലിൽ എന്ന് പറയുന്ന ആൾക്കാർക്ക് കുറെ കൂടെ റിലേറ്റ് ചെയ്യാൻ എളുപ്പമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പെർസ്പെക്റ്റീവിൽ പറഞ്ഞത്. തീർച്ചയായിട്ടും വാട്ട് വി ആർ എയിമിംഗ് ഫോർ ഇസ് ദിസ്. അപ്പം ഇപ്പം ഈ ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്യാൻ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിന്റെ ഹെൽപ്പ് വേണമെന്നില്ല. ഒരു ഓർത്തോപീഡീഷ്യനോ ഒരു ന്യൂറോളജിസ്റ്റോ ആർക്കാണെങ്കിലും നിങ്ങൾക്ക് ഇതിൽ കമ്പൈൻ ചെയ്ത് വർക്കപ്പ് ചെയ്യാൻ പറ്റും. പക്ഷെ ആ ഒരു ഇൻക്ലൂഷൻ വന്നു കഴിഞ്ഞാൽ, കാര്യം നിങ്ങൾ യൂസ് ചെയ്യുന്ന ടൂൾസിനെ എങ്ങനെ പെയിനുമായിട്ട് കമ്പൈൻ ചെയ്യാവുന്ന ഒരു ഐഡിയ നിങ്ങൾക്ക് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഗോ മൈൽസ്. ഇറ്റ് വിൽ മേക്ക് സം റിയൽ ചേഞ്ച് ഇൻ പീപ്പിൾസ് ലൈഫ്. ഓൾറൈറ്റ്, കേൾക്കുന്നവരെല്ലാവരും പ്ലീസ് ഫോളോ മൈ പേജ് ഇൻ ഇൻസ്റ്റ. ഇറ്റ് ഇസ് NANDA Nandan_physio. ഞാൻ ഇതിനെപ്പറ്റി കുറച്ച്
ടോക്സും കാര്യങ്ങളും ഒക്കെ ഇടാറുണ്ട്. സോ ഹാവ് എ ലുക്ക് അറ്റ് ഇറ്റ്. ഓക്കെ, വി ഹാവ് ഗോട്ട് വൺ മോർ ക്വസ്റ്റ്യൻ. Okay, AI scripts, movement analysis, tools. What part of physiotherapy do you think never will be replaced by tech? ആക്ച്വലി ഈ AI കണ്ടുപിടിച്ച ആള് ആദ്യം പറഞ്ഞത് ഒന്നിൽ പ്ലംബിംഗ് പണി അല്ലെങ്കിൽ ഇലക്ട്രീഷ്യന്റെ പണി അത് പഠിച്ചോ, ബാക്കി ഒരു പണിയും സേഫ് അല്ല എന്നാണ് പുള്ളി പറഞ്ഞത്. മേ ബി ഇറ്റ് ഇസ് ട്രൂ. സി, ഇപ്പോ മാനുവൽ പാർട്ട് ഓഫ് ഫിസിയോതെറാപ്പി എന്ന് പറയും. അതായത് നമ്മൾ ഈ ഹാൻഡ്സ് ഓൺ ചെയ്യുന്ന പല കാര്യങ്ങളും AI-ക്ക് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ വേണമെങ്കിൽ എനിക്ക് പറയാം. പക്ഷെ ഇപ്പം പല ഹോസ്പിറ്റൽസും പല സ്പാസിലും റൊബോട്ടിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് വന്നു കഴിഞ്ഞു. റൊബോട്ടിക് സ്പാ ഒക്കെ ഉണ്ട്, റൊബോട്ടിക് മൂവ്മെന്റ് സ്റ്റിമുലേറ്റേഴ്സും കാര്യങ്ങളും ഒക്കെ വന്നു കഴിഞ്ഞു. സോ മാനുവൽ പാർട്ടും ഏകദേശം AI കൊണ്ടുപോകുന്ന മട്ടാണ്. ബട്ട് ദ ഹ്യൂമൻ ടച്ച് ആക്ച്വലി ഹാസ് എ ഡിഫറൻസ് എന്ന് എനിക്ക് ഉറപ്പാണ്. വേദനയുള്ള ഒരാളുടെ ദേഹത്ത് അയാൾ കംഫർട്ടബിൾ ആയിട്ടുള്ള ഏതൊരാളും വന്നൊന്ന് തടവി കൊടുത്താൽ അതിനൊരു റിലീഫ് ഉണ്ട്. അത് AI-ക്ക് റിപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ചിലപ്പം ന്യൂറൽ ട്യൂബ്സും ന്യൂറൽ ഫൈബേഴ്സും ആയിട്ട് ഹ്യൂമൻ ടച്ചിനെ റെപ്ലിക്കേറ്റ് ചെയ്യുന്ന സാധനം വരുമായിരിക്കും ഒരു 10-30 വർഷത്തിൽ. അതെന്നെ ബാധിക്കില്ല. ബട്ട് ദാറ്റ് ബീങ് സെഡ്, യെസ്, എ ലോട്ട് ഓഫ് തിങ്സ് ക്യാൻ ബി ചേഞ്ച്. പക്ഷെ AI ഇമോഷൻസിനെ എന്ന് അസസ് ചെയ്യുമോ അന്ന് അതും കുറെയൊക്കെ കൊണ്ടുപോകുമായിരിക്കും. ബട്ട് ഐ എം നോട്ട് ഷുവർ. People need hand holding, and I think as far as physiotherapists are concerned, we are on a safe zone. പിന്നെ ഇതിലൊക്കെ ഉപരി മലയാളികൾ ബേസിക്കലി എല്ലാ ട്രീറ്റ്മെന്റിനെയും ആയുർവേദവുമായിട്ട് ക്ലബ് ചെയ്യാറുണ്ട്. അപ്പൊ പേഷ്യന്റിനെ ഒന്ന് തൊട്ട് നോക്കി അങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത്. ചില പേഷ്യൻസ് വന്നിട്ട് പറയാറുണ്ട്, ആ ഡോക്ടർ ഒന്ന് തൊട്ട് പോലും നോക്കിയില്ല, എന്നിട്ട് എന്തൊക്കെയോ മരുന്ന് എഴുതി വിട്ടു. അപ്പം ടച്ച് ഇസ് വെരി ഇമ്പോർട്ടന്റ് എനിവേർ യു ഗോ, especially when it comes to pain management and treatment. I think we are fairly, as physiotherapists, we are fairly safe. വേറൊരു ക്വസ്റ്റ്യൻ ഞാൻ മിസ് ചെയ്തായിരുന്നു, ഐ എം സോറി. ഷാജിത്ത, BP കൂടുതലാണ്, എന്റെ അത് കുറയുന്നില്ല. ഹോസ്പിറ്റൽ കാണിച്ചിരുന്ന അമ്മയ്ക്ക് ഒരു പ്രശ്നമില്ല, BP നോർമൽ ആകുന്നില്ല. ഐ തിങ്ക് ഇത് എന്റെ പെർവ്യൂല് വരുന്ന സാധനമല്ല, ഞാനൊരു ഫിസിയോതെറാപ്പിസ്റ്റ് ആണ്. ബട്ട് BP-ല് വേരിയേഷൻ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു കാർഡിയോളജി ഒപ്പീനിയൻ എടുക്കുക എന്നുള്ളത് തന്നെയാണ് അതിന്റെ പ്രൈമറി തിങ്. എന്നിട്ട് ഇപ്പൊ കാർഡിയോളജിയിലെ ഈ ഹോൾട്ടർ മോണിറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ഹാർട്ടിന്റെ BPയും കാര്യങ്ങളും ഒക്കെ അനലൈസ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അത് വെച്ച് ഒരു സ്റ്റഡിയൊക്കെ നടത്തി നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും. ബട്ട് ഒരു നല്ലൊരു കാർഡിയോളജിസ്റ്റിന്റെ ഒപ്പീനിയൻ അവിടെ എടുത്തു കഴിഞ്ഞിട്ടേ കാര്യമുള്ളൂ. ആൻഡ് കറക്റ്റ് ഫോളോ അപ്പ് വെച്ച് ഒപ്പീനിയൻ എടുത്താൽ മാത്രമേ ഒരു ക്ലാരിറ്റി ഉണ്ടാവുള്ളായിരിക്കും. പിന്നെ മെഡിക്കേഷനിൽ എടുക്കുന്നതിൽ അഡറൻസ് ഉണ്ടോ, ഇങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ബട്ട് ഒരു കാർഡിയോളജിസ്റ്റ് ആയിരിക്കും ആ ഒരു ഷാജിത ചോദിച്ച ആ ക്വസ്റ്റ്യന് കറക്റ്റ് ആൻസർ തരാൻ പറ്റുന്ന ആള്. All right, I think Thank we you can everyone conclude for with the this. question. Before we conclude, we would also like to hear a few words of feedback from the participants. If anyone would like to share their thoughts or experience about today's session, please feel free to unmute and speak. ഹലോ Yes, പറയൂ. നല്ല ക്ലാസ് ആയിരുന്നു. കാരണം ഞാൻ പറഞ്ഞല്ലോ, പേഴ്സണൽ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഇത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ഇതിലൊരു അവയർനെസ്. അപ്പോ ഒന്നുമില്ലെങ്കിൽ ഇപ്പോ ഈ മീറ്റിംഗിൽ കയറി ആ ക്ലാസ് ശ്രദ്ധിച്ച കുറച്ച് പേർക്കെങ്കിലും ആ ഒരു അവയർനെസ് കിട്ടുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അപ്പൊ അതിനു വേണ്ടി ഒരു സ്റ്റെപ്പ് എടുത്ത സാറിന് ഞാൻ താങ്ക് യു പറയാണ്. Thank you. ഓക്കെ. Okay.
So thank you so much for being such patient listeners. Everybody have a good day. If you come up with some ideas, feel free to reach out to me. Let's see what we can develop. Let's try to build it together. All right. So, token of appreciation, we would now like to present a virtual memento to Dr. Nandagopan R for sharing his valuable time and expertise with us. Thank you so much. So, your session has given us a deeper understanding of how innovation and healthcare can come together to improve lives. Thank you for inspiring us with your expertise and throughout the perspectives of chronic pain management. Thank you so much for this wonderful audience. You guys have a great day ahead. All right. Thank you. Once again, I thank our speaker, organizers, and all the participants for attending today's session. Have a great evening ahead. Thank you. Nimitha, Yes, sir. Nimitha, ഇതിന്റെ റെക്കോർഡിംഗ് ഉണ്ടെങ്കിൽ എനിക്കൊന്ന് ഇട്ടേക്കാമോ പ്ലീസ്? Sure, sir. അയച്ചുതരാം. അതിന്റെ ലിങ്ക് ഒന്ന് അയച്ചു എനിക്ക് 1-2 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. Okay, sir. Okay. I'll mail it to you. Thank you so much. Thank you so All much, right. sir. Thank you. Good day.